LDCക്ക് വരെ ചോദിച്ചതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ നിന്നുള്ള ചോദ്യങ്ങളെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വിശദമായിട്ട് തന്നെ ഇവിടെ നോക്കാം കേട്ടോ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് ആദ്യ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി പല 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 പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. യുവ പുരസ്കാരം, ബാലസാഹിത്യ പുരസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് പല അവാർഡുകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KG പൗലോസ് എന്ന് പഠിച്ചു നോക്കാം. ആർക്കാ കൊടുത്തത്? KG പൗലോസ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KG പൗലോസ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ഇനി 2024 കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരം ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവ സാഹിത്യ പുരസ്കാരമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ശ്യാം കൃഷ്ണൻ കേട്ടോ. ശ്യാം കൃഷ്ണൻ R എന്നുള്ളതാണ് മുഴുവൻ പേര്. കൃതി മീശക്കള്ളൻ. അടിവരയിട്ട് പറയുന്നു, 2024 യുവ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശ്യാം കൃഷ്ണൻ. യുവ കേട്ടോ, ശ്യാം കൃഷ്ണൻ. അപ്പോ യുവാവാണ്, കൃഷ്ണൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കൃഷ്ണൻ, ശ്യാം കൃഷ്ണൻ R. മീശക്കള്ളൻ. ഓക്കെ, യുവാവ് പൊടിമീശ എന്നോർത്ത് വെച്ചാൽ മതി. യുവാവ് മീശ, മീശക്കള്ളൻ. ഓക്കെ, കൃഷ്ണൻ എന്നോർത്ത് വെച്ചാല് യുവ സാഹിത്യ പുരസ്കാരം അവിടെ എന്തായാലും പഠിക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ആർക്കാ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KG പൗലോസ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഇനി 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ഉണ്ണി അമ്മയമ്പലം. ബാല സാഹിത്യ പുരസ്കാരം. ഓക്കെ, ബാല, അമ്മ അല്ലെങ്കിൽ ഉണ്ണി, അത് പഠിക്കാനായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലെ. ബാലനാണ് ഉണ്ണി, ഉണ്ണി ബാലൻ. നമ്മൾ ചില കുട്ടികളെ ഉണ്ണി എന്ന് വിളിക്കൂലേ അല്ലെ. അപ്പൊ ബാലസാഹിത്യ പുരസ്കാരം ഉണ്ണി അമ്മയമ്പലം എന്ന് പഠിച്ചു വെക്കാം. അൽഗോരിതങ്ങളുടെ നാട് എന്നുള്ളതാണ് കൃതി എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി ദക്ഷിണേന്ത്യൻ മേഖലയിൽ, നമ്മുടെ ഇങ്ങോട്ട് ദക്ഷിണേന്ത്യയിലെ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം കൊടുത്തതാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ KG പൗലോസ്. ഓക്കെ, യുവ സാഹിത്യ പുരസ്കാരം കൃഷ്ണൻ കേട്ടോ, ശ്യാം കൃഷ്ണൻ മീശക്കള്ളൻ കൃതി. ഓക്കെ, ബാലസാഹിത്യം ഉണ്ണിക്കാണ് അമ്മയമ്പലം. അൽഗരിതങ്ങളുടെ നാട് എന്നുള്ളതാണ് കൃതി എന്ന പോയിന്റും ഓർത്ത് വെക്കാം. കിട്ടിയില്ലേ 3 പോയിന്റുകളൊക്കെ അല്ലേ. കേന്ദ്ര സാഹിത്യ അക്കാദമി 2024 ഇനി വരാനിരിക്കുന്ന LDCക്കും അതുപോലെ തന്നെ LGSനും അപ്പുറത്തുള്ള എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ യുവാവ് കൃഷ്ണൻ മീശ, ബാല ഉണ്ണി അമ്മയമ്പലം, അൽഗരിതങ്ങളുടെ നാട് എന്നും ഓർത്തു വെക്കാം. KG പൗലോസ് ഏട്ടനെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ ആള് എന്നുള്ള രൂപത്തിൽ അതും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയ മലയാളി സാഹിത്യകാരന്മാർ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, നേരത്തെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് എന്തായാലും പഠിക്കണം. ഈ പേജിലുള്ളത് എന്തായാലും പഠിക്കണം. ഇത് നമ്മളൊന്ന് ഓടിച്ചു പോകണം കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരന്മാർ ആരൊക്കെയാണ്? 2019 മുതൽ നമുക്കൊന്ന് നോക്കാം. വി മധുസൂദനൻ നായർ. PSC ചോദിച്ച ചോദ്യമാണിത്. അച്ഛൻ പിറന്ന വീട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരന്മാർ. നിങ്ങൾക്കറിയാലോ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്നത് കേന്ദ്രം കൊടുക്കുന്നതാണ്, ഇന്ത്യയിൽ ഒട്ടാകെ ഉള്ളതാണ്. അതിൽ മലയാളികളായ ആർക്കൊക്കെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. വി മധുസൂദനൻ നായർ, അച്ഛൻ പിറന്ന വീട് 2019. 2020 ഇതൊക്കെ നിങ്ങൾ PSC പഠിക്കുന്നവരെ പല ഘട്ടങ്ങളിലായിട്ട് നോക്കി വെച്ച പേരുകളായിരിക്കണം അല്ലെ, പഠിച്ച പേരുകളായിരിക്കണം. ഓംചേരി NN പിള്ള, ആകസ്മികം എന്നുള്ളതാണ് കൃതി. ആകസ്മികം കേട്ടോ. ഇനി 2021 ജോർജ് ഓണക്കൂർ, ഹൃദയരാഗങ്ങൾ. PSC ചോദിച്ച ചോദ്യമാണിത്. ഇതൊക്കെ പല സമയങ്ങളിലായിട്ട് PSC ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരന്മാർ അല്ലെ, ഇമ്പോർട്ടന്റ് അല്ലേ? യെസ്. അപ്പൊ ഓംചേരി NN പിള്ള, ആകസ്മികം 2020 ആണെങ്കിൽ 2021 ജോർജ് ഓണക്കൂർ, ഹൃദയരാഗങ്ങൾ എന്ന് പഠിച്ചു വെക്കാം. ഇനി തോമസ് മാത്യു, ആശാന്റെ സീതാലയം.
ഓക്കെ, 2022 ചോദിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. തോമസ് മാത്യു, ആശാന്റെ സീതാലയം. ഓക്കെ, ഇനി 2023 EV രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. EV രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ, ഇതാണ് അവസാനം വന്നിട്ടുള്ളത്. 24-ലാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെയാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡായിട്ട് ഒരു മലയാള സാഹിത്യകാരന് കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ അത് പഠിച്ച് വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ 2019 വി മധുസൂദനൻ നായർ അച്ഛൻ പിറന്ന വീടിന് കിട്ടി എന്ന് പഠിച്ചു വെക്കാം. 2020 ഓംചേരി NN പിള്ള ആകസ്മികം എന്ന കൃതിക്ക് പഠിച്ചു വെക്കാം. 2021 ജോർജ് ഓണക്കൂർ ഹൃദയരാഗങ്ങൾ എന്ന് പഠിച്ചു വെക്കാം. യെസ്, ഓക്കെ. ഇനി തോമസ് മാത്യു ആശാന്റെ സീതാലയം എന്ന പോയിന്റ് ഓർത്തു വെക്കാം. അതിലേറെ ഉപരിയായിട്ട് ഇതും നോക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. EV രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ, അദ്ദേഹത്തിനാണ് അവസാനമായിട്ട് ഒരു മലയാളിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതെ കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി ഓർത്തു വെക്കുക, അടിവരയിട്ട് പഠിക്കുക കേട്ടോ. EV രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നേരത്തെ പറഞ്ഞത് 2024 നമുക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളതാണ്. 24 ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാനം കിട്ടി. ദക്ഷിണേന്ത്യൻ മേഖലയിലേ കിട്ടിയിട്ടുള്ളൂ. സാഹിത്യത്തിനുള്ള പുരസ്കാരം 24 കിട്ടിയിട്ടില്ല. KG പൗലോസ്. യുവ പുരസ്കാരം നമുക്ക് കിട്ടി ശ്യാം കൃഷ്ണൻ. ബാലസാഹിത്യ പുരസ്കാരം ഉണ്ണി അമ്മയമ്പലം. ഇതാണ് 24 ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുവരെ നോക്കിയതിൽ മലയാള സാഹിത്യകാരന്മാർ ആർക്കൊക്കെയാണ് 23 വരെ മലയാള സാഹിത്യത്തിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ലിസ്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാം. അതിൽ 22ഉം 23ഉം കുറച്ചും കൂടി അടിവരയിട്ട് പഠിക്കുക. EV രാമകൃഷ്ണൻ 2023 മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. നമ്മൾ ഇത്രയും പഠിച്ചു പോകും. 24 ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി, മലയാളത്തിൽ അല്ലെങ്കിൽ എന്താ പറയാ മലയാള സാഹിത്യത്തിൽ ആർക്കൊക്കെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോകും. PSC ചോദിക്കും EV രാമകൃഷ്ണന്റെ കൃതികളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ ഉൾപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടൂലേ? അപ്പൊ നമുക്ക് EV രാമകൃഷ്ണന്റെ പ്രധാന രചനകൾ ഒന്നങ്ങ് ഓടിച്ചു പോകാം. അനുഭവങ്ങളെ ആർക്കാണ് പേടി 1. ക്ലിയറില്ലേ PSC അങ്ങനെ? EV രാമകൃഷ്ണന്റെ പ്രധാനപ്പെട്ട രചനകൾ നമുക്കൊന്ന് ഓടിച്ചു പോകാം. അനുഭവങ്ങളെ ആർക്കാണ് പേടി, വാക്കിലെ സമൂഹം, അക്ഷരവും ആധുനികതയും, ദേശീയതകളും സാഹിത്യവും, മാധവിക്കുട്ടി പഠനങ്ങളും രചനകളും. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. അദ്ദേഹത്തിന് കിട്ടിയ മറ്റു പുരസ്കാരങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1995 കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി കേട്ടോ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അക്ഷരവും ആധുനികതയും എന്നുള്ള കൃതിക്ക് 95 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓടക്കുഴൽ പുരസ്കാരം മലയാള നോവലിന്റെ ദേശകാലങ്ങൾ 2018 ആ മലയാള നോവലിന്റെ ദേശകാലങ്ങൾക്ക് തന്നെയാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, യെസ്. അദ്ദേഹത്തിന് 2018 അതിനെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഓടക്കുഴൽ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് എന്ന് പോയിട്ട് ഓർത്തു വെക്കാം കേട്ടോ. ഓടക്കുഴൽ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് എന്ന് പോയിട്ട് ഓർത്തു വെക്കാം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്, 2018 കേട്ടോ. 2018 അതിന് അദ്ദേഹത്തിന് അതേ നോവലിന് തന്നെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്നുള്ള നോവലിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 95 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 2023 നമ്മൾ പറഞ്ഞ കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള സാഹിത്യത്തിനുള്ള പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലുകൾ ഒന്ന് അയച്ചു പോവുകയും ചെയ്യാം കേട്ടോ. അതാണ് നമ്മുടെ മുന്നിലുള്ള ലേറ്റസ്റ്റ് ആള്. അപ്പൊ സെറ്റ് അല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്കും കൂടെ ചേർത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്കും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ റിവിഷൻ ചെയ്യാൻ പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2024 യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം ആർക്കാ കിട്ടിയത്? യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ.
യെസ്, യുവ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ശ്യാം കൃഷ്ണനെ ഓർമ്മ വരണം അല്ലെ, കൃഷ്ണനെ ഓർമ്മ വരണം. മീശക്കള്ളൻ എന്നുള്ളതാണ് കൃതി അല്ലെ. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയതോ? ബാലൻ ഉണ്ണി അമ്മയമ്പലം അൽഗരിതങ്ങളുടെ നാട് എന്നുള്ളതും അവിടെ കിട്ടണം അല്ലെ. യെസ്, ഓക്കെ. ഇനി 2023 ആർക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള സാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ദേവി രാമകൃഷ്ണനാണെന്ന് പഠിച്ചു വെക്കാം. 22 തോമസ് മാത്യു, 21 ജോർജ് ഓണക്കൂർ, 20 ഓംചേരിയൻ പിള്ള, 19 വി മധുസൂദനൻ നായർ എന്ന് പഠിച്ചു വെക്കാം. ഓൾറെഡി പഠിച്ചു വെച്ച ആളുകൾക്ക് ഇപ്പൊ തന്നെ സെറ്റ് ആയിട്ടുണ്ടാവും. ആദ്യമായി പഠിക്കുന്ന ആളുകളെ ചിലപ്പോൾ ഒന്നും കൂടി നോക്കേണ്ടതായിട്ടുണ്ടാവും കേട്ടോ. യെസ്, കൃതികളൊക്കെ ഇതേപോലെ എല്ലാം ഇങ്ങനെ കുത്തിയത് മെമ്മറിയിലേക്ക് ഇങ്ങനെ ഇൻജക്ട് ചെയ്യണ്ട, ഒന്ന് വായിച്ചു പോവുക, ഒരു റെഫറൻസ് വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. കറണ്ട് അഫയേഴ്സ് അങ്ങനെയാണ്. ചിലതേ നന്നായിട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരും, ചിലതേ ഒന്ന് ഓടിച്ച് റെഫറൻസിൽ പോകേണ്ടതായിട്ടും വരും കേട്ടോ. ഇനി ബാലസാഹിത്യം നമ്മൾ പറഞ്ഞു ഉണ്ണി അമ്മയമ്പലത്തിന് അൽഗരിതങ്ങളുടെ നാടിനാണ് ഇത് ഈ 2024 കിട്ടിയിട്ടുള്ളത് അല്ലെ. 2024 അൽഗരിതങ്ങളുടെ നാട് ഉണ്ണി അമ്മയമ്പലം എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അതല്ലാത്തത് ബാക്കിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിൽ വേണ്ടേ. അപ്പൊ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. 2020 ഗ്രേസി വാഴ്ത്തപ്പെട്ട പൂച്ച കൃതി. വാഴ്ത്തപ്പെട്ട പൂച്ച 2 വർഷമൊക്കെ നമ്മുടെ ക്ലാസ്സിലുള്ള ആളുകൾ ഈ പോയിന്റുകളെല്ലാം പഠിച്ചത് തന്നെയാണ് അല്ലെ. യെസ്, 2021 യെസ്, അവർ മൂവരും ഒരു മഴവില്ലും രഘുനാഥ് പലേരിയുടെ. ഇനി 2022 എ സേതുവിന്റെ ചേക്കുട്ടി. ഇതൊക്കെ മലയാളത്തിലും ചോദിക്കും കേട്ടോ. ഇത് ആരുടെ കൃതിയാണെന്ന് പറഞ്ഞ് ചോദിക്കും, കറണ്ട് അഫയേഴ്സിലല്ലാതെ. പ്രിയ എസ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 24 ഇപ്പോൾ കിട്ടിയത് നമ്മൾ പഠിച്ചു ഉണ്ണി അമ്മയമ്പലം അൽഗരിതങ്ങളുടെ നാട്. ഓക്കെ, യെസ്. അപ്പോ ഈ പോയിന്റുകളും ഓർത്തു വെക്കണം. ഈ പേരുകൾ നോക്കി, വാഴ്ത്തപ്പെട്ട പൂച്ച മിയാവും, അവർ മൂവരും മഴവില്ല്, ചേക്കുട്ടി, പെരുമഴയത്തെ കുഞ്ഞിതളുകൾ, അൽഗരിതങ്ങളുടെ നാട്, ഇതൊക്കെ കുഞ്ഞു പേരുകളാണ് അല്ലെ. ബാല സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ്. അതിൽ പ്രിയ എസും ഉണ്ണി അമ്മയമ്പലവും അടിവരയിട്ട് പഠിക്കണമെങ്കിലേ ബാക്കി ഈ പറയുന്ന ചേക്കുട്ടിയും അവർ മൂവരും മഴവില്ലും വാഴ്ത്തപ്പെട്ട പൂച്ചയൊക്കെ ഒന്ന് വായിച്ചു പോവുകയും ചെയ്യാം. അതാണ് ബാല സാഹിത്യ പുരസ്കാരം കഥ ഇതുവരെ. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഓക്കെ അല്ലേ, കിട്ടിയില്ലേ? എഴുതിയോ നിങ്ങള്? എഴുതിയോ? ഓക്കെ, അപ്പോ ഇത് നമ്മൾ ബാലസാഹിത്യ പുരസ്കാരമാണ് പറഞ്ഞത്. യുവ സാഹിത്യ പുരസ്കാരം ആർക്കാ ലഭിച്ചിരുന്നത്? യുവ സാഹിത്യ പുരസ്കാരം ശ്യാം കൃഷ്ണൻ അല്ലെ. ഏതായിരുന്നു കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃതി ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കൃതി മീശക്കള്ളനാണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം അല്ലെ. യെസ്, മീശക്കള്ളൻ എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അനുഭവങ്ങളെ ആർക്കാണ് പേടി, ഇത് ആരുടെ കൃതിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? അനുഭവങ്ങളെ ആർക്കാണ് പേടി, ഇത് ആരുടെ കൃതിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് ഇ വി രാമകൃഷ്ണന്റെ കൃതിയാണ് എന്ന് പഠിച്ചു നോക്കാം. അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ വി രാമകൃഷ്ണന് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് ഏത് വർഷമായിരുന്നു? 2018 അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് 2024 നമ്മൾ പഠിച്ചു. 2024 നമ്മൾ പഠിച്ചു എന്താണ്? യെസ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം കിട്ടിയത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം കിട്ടിയത് KG പൗലോസ് ആണ് എന്ന പോയിന്റും നമ്മൾ പഠിച്ചു കേട്ടോ. യെസ്,
ഓക്കെ, അപ്പോ ഇത്രയായി ഇപ്പോ അല്ലെ. ഇനി വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, യെസ്, വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട്. ഈ വി മധുസൂദനൻ നായർ നമ്മൾ എപ്പോഴാ പഠിച്ചത്? 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരന്മാരെ നമ്മൾ പഠിച്ചില്ലേ? യെസ്, ഓക്കെ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരന്മാരെ നമ്മൾ പഠിച്ചപ്പോ വി മധുസൂദനൻ നായർ ഉണ്ടായിരുന്നു, അച്ഛൻ പിറന്ന വീട് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഈ പഠിച്ച മലയാള സാഹിത്യത്തിനുള്ള പുരസ്കാരം, ബാലസാഹിത്യം 2024 പുരസ്കാരം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് പറയുകയാണെ. വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് ആർ നന്ദകുമാർ എഴുതിയ ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ 2023 പുറത്തിറങ്ങിയ ആർ നന്ദകുമാറിന്റെ കൃതിയാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന പോയിന്റ് ഓർത്തു വെക്കാം കേട്ടോ. യെസ്, റെയർലി ഇമ്പോർട്ടന്റ് ആണ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓക്കെ. വി മധുസൂദനൻ നായരുടെ 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള സാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയ അച്ഛൻ പിറന്ന വീട് അല്ലെ, ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ, ആർ നന്ദകുമാറാണ് എഴുതിയത് 2023. 2019 ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആൻ എറ ഓഫ് ഡാർക്ക്നെസ്, ശശി തരൂർ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്താണ് ദക്ഷിണേന്ത്യൻ മേഖലയില്, അതുപോലെ തന്നെ ബാലസാഹിത്യം, യുവ പുരസ്കാരം, മലയാള സാഹിത്യം, ഇംഗ്ലീഷ് പരിഭാഷ, ഇങ്ങനെ പല 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 മേഖലകൾക്ക് അവാർഡ് കൊടുക്കും. ഇതെല്ലാം നമ്മൾ എടുത്ത് പഠിക്കുന്നില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളതേ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ 2019 നമ്മൾ പറഞ്ഞു 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മലയാള സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് വി മധുസൂദനൻ നായർക്ക് കിട്ടിയത്, അച്ഛൻ പിറന്ന വീട്. അതേ സമയത്ത് തന്നെ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? ശശി തരൂരിന് കിട്ടിയിട്ടുണ്ട്, ആൻ എറ ഓഫ് ഡാർക്ക്നെസ് കേട്ടോ. അതും എടുത്തു പഠിക്കുക. ഇനി 2022 വിവർത്തനത്തിനുള്ള മലയാള വിഭാഗത്തിൽ ട്രാൻസ്ലേഷനുള്ള വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ചാത്തനാത്ത് അച്യുതനുണ്ണി, കൃതി വാമനാചാര്യന്റെ കാവ്യാലങ്കാര സൂത്ര വൃത്തി എന്നുള്ളതിനെ മലയാള വിഭാഗത്തിൽ വിവർത്തനത്തിനുള്ള പുരസ്കാരം 2022 കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാല, യുവ, മലയാള സാഹിത്യമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു. അതിനുശേഷം പൊട്ടും പൊടിയാണ് ഇപ്പൊ പെറുക്കിക്കൊണ്ടിരിക്കുന്നത്, കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടോ. ഓക്കെ, വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീടിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ആർ നന്ദകുമാർ എഴുതിയ ദ ഹോം വെയർ ഫാദർ വാസ് ബോൺ. ഇനി ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2019 ഇംഗ്ലീഷ് ഭാഷ ആവുമ്പോൾ ആർക്കേ കിട്ടുള്ളൂ? ശശി തരൂരിനെ കിട്ടുള്ളൂ അല്ലെ, ആൻ എറ ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, പിന്നെ വിവർത്തനത്തിനുള്ള മലയാള വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് ചാത്തനാത്ത് അച്യുതനുണ്ണി എന്ന് പഠിച്ചു. ഇതൊന്നും വിട്ടുകളയാനില്ല കേട്ടോ. ഇപ്പോഴത്തെ PSCയുടെ ചോദ്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് എന്തും ചോദിക്കാം എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഇതൊക്കെ എന്തായാലും നോക്കി പോകണം നമ്മള് കേട്ടോ. ഇനി 2022 തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചേക്കുട്ടി സേതു അല്ലെ. ബാലസാഹിത്യത്തിന്റെ ടേബിൾ അത് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ അതും പഠിച്ചു വെക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കൂട്ടിച്ചേർക്കാനുള്ളത് അച്ഛൻ പിറന്ന വീട് നമ്മളൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി, ആർ നന്ദകുമാറിനെ നമ്മളൊന്ന് പഠിച്ചു. ഇംഗ്ലീഷ് ഭാഷ പിന്നെ ശശി തരൂർ നമുക്കറിയാം, കൃതിയുടെ പേരൊന്ന് പഠിക്കുക. പിന്നെ വിവർത്തനത്തിനുള്ള ചാത്തനാത്ത് അച്യുതനുണ്ണിയും അദ്ദേഹത്തിന്റെ കൃതിയും നമ്മളൊന്ന് നോട്ട് ചെയ്ത് പോവുകയും ചെയ്യാം. സെറ്റ്, അത്രേ സംഭവിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോ 2019 വി മധുസൂദനൻ നായർക്ക് അച്ഛൻ പിറന്ന വീടിന് മലയാള സാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി. അങ്ങനെയാണെങ്കിൽ 20 ആർക്കാണ് കിട്ടിയത്? ഓം ചേരി എൻ പിള്ള. 21 ആർക്ക് കിട്ടി? ജോർജ് ഓണക്കൂർ. 22 ആർക്ക് കിട്ടി? തോമസ് മാത്യു. 23 ആർക്ക് കിട്ടി? ഇ വി രാമകൃഷ്ണൻ എന്ന ആൾക്ക് കിട്ടി. ഓക്കെ, യെസ്, കിട്ടിയില്ലേ? ഓക്കെ, ഇനി ബാലസാഹിത്യ പുരസ്കാരം 23 ആർക്കായിരുന്നു? ബാലസാഹിത്യ പുരസ്കാരം 23 പ്രിയ AS. 24 ആർക്കായിരുന്നു? ബാലസാഹിത്യാണ് 24. ഉണ്ണി അമ്മയമ്പലം. ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതായിരുന്നു? ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതായിരുന്നു?
യെസ്, അൽഗരിതങ്ങളുടെ നാട് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അൽഗരിതങ്ങളുടെ നാട് എന്ന പോയിന്റ് അതും സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ സെറ്റല്ലേ? ഓക്കെ, സെറ്റല്ലേ? ഓക്കെ. ഇനി 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം, യുവ നമ്മൾ 2024 നോക്കിയിട്ടുള്ളൂ അല്ലെ? കൃഷ്ണൻ, ശ്യാം കൃഷ്ണൻ അല്ലെ? യെസ്, ഏതായിരുന്നു? പൊടിമീശല്ലോ, എന്തായിരുന്നു? മീശക്കള്ളൻ അല്ലെ കൃതി, അത് നമ്മൾ പഠിച്ചു. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗണേഷ് പുത്തൂർ, അച്ഛന്റെ അലമാര എന്നുള്ളതാണ് കൃതി. അച്ഛന്റെ അലമാര. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണേഷ് പുത്തൂർ, കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ അലമാര എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. അപ്പൊ 23ഉം 24ഉം പഠിച്ചു. ശ്യാം കൃഷ്ണൻ അൽഗരിതങ്ങളുടെ, ശ്യാം കൃഷ്ണൻ മീശക്കള്ളൻ. 23 ഗണേഷ് പുത്തൂർ, അച്ഛന്റെ അലമാര എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം എസ് പെരുമാഴത്തെ കുഞ്ഞുതലകൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം നേടിയ സുധാമൂർത്തി, കൃതി ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ്. ശരിയല്ലേ? ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. ഓക്കെ, ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ്. ജയറാമിന്റെ ഏതൊരു പടത്തില് നമ്മുടെ മാമാട്ടിക്കുട്ടിയമ്മ ബേബി ശാലിനി ഇല്ലേ, ഇന്നസെന്റ് കഥ പറയുന്ന സമയത്ത് പിന്നെ കാട്ടിപ്പോകുന്നു, പിറകു വെട്ടുന്നു, എന്നിട്ട് മാമാട്ടിക്കുട്ടിയമ്മ എന്നെ ബാക്കി കഥ പറഞ്ഞിട്ട് ഇന്നസെന്റ് കിടന്നുറങ്ങുന്ന സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് പലപ്പോഴും റിപ്പീറ്റഡ് കഥകൾ തന്നെയായിരിക്കും അധികവും അല്ലെ? അപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്നുള്ളതാണ് ഏത് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം നേടിയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് പ്രിയ എസ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാൽ മതി. 23 യുവ പുരസ്കാരം നമ്മൾ പഠിച്ചിരുന്നു, 24 നമ്മൾ പഠിച്ചിരുന്നു, 23 കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കുക. 23 ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം നേടിയ സുധാമൂർത്തിയെ കൂടി എന്ത് ചെയ്യുക, ഒന്ന് അവിടെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണേ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ ഇനി അടുത്തത് വേറൊരു അവാർഡിലേക്ക് പോവുകയാണേ. അപ്പൊ അതിനു മുമ്പേ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഞാനൊരു 10 ചോദ്യങ്ങൾ ചോദിക്കാം. ആ 10 ചോദ്യങ്ങൾ സെറ്റ് ആണെങ്കിൽ ഈ ഭാഗം നിങ്ങൾ സെറ്റാക്കി അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, പിന്നെ കുറച്ച് പരിഭാഷ അവാർഡുകൾ ഉണ്ട്, അത് ഞാൻ PDF ഉൾപ്പെടുത്താം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ മലയാള സാഹിത്യത്തിനുള്ള പുരസ്കാരം എത്ര പേർക്ക് ലഭിച്ചു? ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എത്ര പേർക്ക് ലഭിച്ചു? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ മലയാള സാഹിത്യത്തിനുള്ള പുരസ്കാരം എത്ര പേർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പറഞ്ഞവര് ആരൊക്കെയാന്നുള്ളതൊന്ന് പറയാമോ? മലയാള സാഹിത്യത്തിൽ പറയ്. ഓരോരോ വിഭാഗമുണ്ട്. മലയാള സാഹിത്യ വിഭാഗം, യുവ പുരസ്കാരം, ബാലസാഹിത്യ പുരസ്കാരം, ദക്ഷിണേന്ത്യൻ പുരസ്കാരം, ഇതൊക്കെ ഓരോരോ വിഭാഗങ്ങളാണ്. മലയാള സാഹിത്യത്തിൽ നമ്മൾ അങ്ങനെ ഒരാളെ പഠിച്ചിട്ടുണ്ടോ? 24 ഇല്ലല്ലോ. EV രാമകൃഷ്ണൻ 23 നമ്മൾ പഠിച്ചു. ഓക്കെ, 24 മലയാള സാഹിത്യം എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ കിട്ടിയ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം KG പൗലോസിന് കിട്ടി അല്ലേ? അതല്ലേ പഠിച്ചത്? അതായിരുന്നോ ചോദ്യം അല്ലേ? യെസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, EV രാമകൃഷ്ണന്
താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയായത് ഏതെല്ലാം? EV രാമകൃഷ്ണൻ 2023 മലയാള സാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി. 2019 ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചു. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ തെറ്റെന്താണ്? യെസ്, ഓക്കെ, ഒന്ന് ശരി രണ്ട് തെറ്റ് അല്ലെ. 2023 EV രാമകൃഷ്ണനെ മലയാള സാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. എന്നാൽ അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് 2019 2018 എന്ന പോയിന്റ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി സേതുവിന്റെ ഏത് കൃതിക്കാണ് 2022 ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയത്? സേതുവിന്റെ ഏത് കൃതിക്കാണ് 2022 ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്? ചേക്കുട്ടി അല്ലെ. ഉണ്ണി അമ്മയമ്പലത്തിന്റെ ഏത് കൃതിക്കാണ് 2024 ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്? യെസ്, അൽഗരിതങ്ങളുടെ നാട് കിട്ടും അല്ലെ. 2024 യുവ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? 2024 യുവ പുരസ്കാരം യെസ്, ശ്യാം കൃഷ്ണനാണ് അല്ലെ. അടുത്ത 5 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട് നോക്കാം കേട്ടോ. 5 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കാം. ഓർമ്മശക്തി ടെസ്റ്റിംഗ്. യെസ്, തോമസ് മാത്യുവിന്റെ ഏത് കൃതിക്കാണ് മലയാള സാഹിത്യത്തിനുള്ള പുരസ്കാരം 2022 ലഭിച്ചത്? തോമസ് മാത്യുവിന്റെ ഏത് കൃതിക്കാണ് മലയാള സാഹിത്യത്തിനുള്ള പുരസ്കാരം 2022 ലഭിച്ചത്? ആശാന്റെ സീതാലയം എന്ന് മനസ്സിലേക്ക് വരികയാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടി കേട്ടോ. ശശി തരൂരിന്റെ ഏത് കൃതിക്കാണ് 2019 ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, ഇംഗ്ലീഷ് ഭാഷാ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2019 ശശി തരൂരിന് കിട്ടുന്നത്? ഏത് കൃതിക്കാണ്? ആൻ എറ ഓഫ് ഡാർക്ക്നെസ് അല്ലെ. ആൻ എറ ഓഫ് ഡാർക്ക്നെസ് എന്ന് പഠിച്ചു വെക്കാം. ഗണേഷ് പുത്തൂരിന്റെ ഏത് കൃതിക്കാണ് 2023 യുവ പുരസ്കാരം കിട്ടുന്നത്? ഗണേഷ് പുത്തൂരിന്റെ ഏത് കൃതിക്കാണ് 2023 യുവ പുരസ്കാരം കിട്ടുന്നത്? അച്ഛന്റെ അലമാര എന്ന കൃതിക്കാണ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു വെക്കാം. യുവ പുരസ്കാരം ലഭിച്ച നമ്മുടെ 24 യുവ പുരസ്കാരം ലഭിച്ച ശ്യാം കൃഷ്ണന്റെ കൃതി ഏതാണ്? 24 യുവ പുരസ്കാരം ലഭിച്ച, യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച ശ്യാം കൃഷ്ണന്റെ കൃതി ഏതാണ്? മീശക്കള്ളൻ എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം കേട്ടോ. മീശക്കള്ളൻ എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അക്ഷരവും ആധുനികതയും എന്നുള്ളത് ആരുടെ കൃതിയാണ്? അക്ഷരവും ആധുനികതയും എന്നുള്ളത് ആരുടെ കൃതിയാണ്? യെസ്, അക്ഷരവും ആധുനികതയും എന്നുള്ളത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് EV രാമകൃഷ്ണന്റെ കൃതിയാണെന്ന് പഠിച്ചു വെക്കാം. എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി? എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി? 5ൽ ഈ ലാസ്റ്റ് പറഞ്ഞ 5 എണ്ണത്തിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി? ഓക്കെ, 4ഉം 5ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റി അല്ലെ. ഇതൊരു വലിയ ടോപ്പിക്കാണ് ആക്ച്വലി അല്ലെ. ഇതൊരു വലിയ ടോപ്പിക്കാണ്. അപ്പൊ ഈ വലിയ ടോപ്പിക്കില് നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ട് 24ൽ നമുക്ക് കിട്ടിയത് 23ലും 24ലും ഒക്കെയുള്ള യുവ, അതുപോലെ തന്നെ നമ്മുടെ ബാലസാഹിത്യ പുരസ്കാരം, പിന്നെ മലയാളികൾക്ക് കിട്ടിയത് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ വളരെ തെരഞ്ഞെടുത്ത ഭാഗമാണ് നമ്മൾ ഈ ഒരു അരമണിക്കൂറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കേരള PSCക്ക് ചോദിക്കുന്ന ഏരിയ എല്ലാം ടച്ച് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? യെസ്. പിന്നെ ആദ്യമായിട്ടൊക്കെ PSC പഠനം കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ, 1 മാസം മുന്നേ തുടങ്ങിയ, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അവസാനം പരീക്ഷ ആയല്ലോ, പരീക്ഷയുടെ സമയമായല്ലോ, അപ്പൊ പിന്നെ കറണ്ട് അഫയേഴ്സ് കുറച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകൾക്കൊന്നും ചിലപ്പോ ഫുള്ളായിട്ട് അങ്ങ് കണക്ട് ആവണം എന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യാം? ഒന്നും കൂടി ഒക്കെ ഒന്നിരുന്ന് റിവിഷൻ ചെയ്യാം. ബാക്കിയുള്ള ആളുകൾക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് ഒരു 80% സെറ്റ് ആയിട്ട് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾ ഒന്ന് നോക്കി പഠിച്ച് സെറ്റ് ആക്കാം കേട്ടോ. പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. യെസ്, ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പുതിയൊരു ടോപ്പിക് എടുക്കാം കേട്ടോ. കാരണം ഇത് ഫ്രഷ് ആയിട്ട് ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. ഒരേ ടോപ്പിക് ആകുമ്പോൾ ബോറടി ഉണ്ടാവും, സ്വാഭാവികം മാത്രം.
പക്ഷേ എന്താണ്, നമുക്കിത് പഠിച്ചല്ലേ മതിയാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് സരസ്വതി സമ്മാൻ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു 4 ദിവസത്തെ ക്ലാസ്, ഓണം കഴിഞ്ഞ ഒരു 4 ദിവസം ക്ലാസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് മടിയിലേക്കൊന്നും പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ 26 മുതലേ 26 to 26, ഈ 26 മുതൽ അടുത്ത 26-ാം തീയതി വരെ ഒരു റിവിഷൻ യജ്ഞം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റു സബ്ജക്റ്റുകളൊക്കെ നമ്മൾ റിവിഷൻസ് നമ്മൾ കൊണ്ടുവരികയാണ് 26 മുതൽ 26 വരെ കേട്ടോ. ഓക്കെ, യെസ്. 26-ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 26-ന് നമുക്ക് കേരള ബാങ്ക് OA എഴുതുന്ന കുറെ ആളുകളില്ലേ ഇവിടെ. കേരള ബാങ്ക് OA എഴുതുന്ന ആളുകൾക്ക് കൂടി അവസാനിപ്പിക്കുന്ന രൂപത്തിൽ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്കുകൾ നമ്മൾ റിവിഷനും ഉണ്ടാവും, ഒപ്പം പുതിയ ടോപ്പിക്കുകൾ എടുക്കാനുള്ളതും ഇതുപോലെ നമ്മൾ എടുക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഘട്ടം, ഇനിയിപ്പോ ഇന്നിപ്പോ എത്രയാം തീയതി ആയിരുന്നു? തീയതിയും ദിവസം ഒന്നും മൈൻഡിൽ നിൽക്കുന്നില്ല, കുറെ ദിവസം ഉറക്കം പോയിട്ട്. 23 28-ാം തീയതി അല്ലായിരുന്നു അടുത്ത LDC? യെസ്. എന്തായാലും അതിന് മുന്നേ ആയിട്ട് നമുക്ക് LDC ഓറിയന്റ് ചെയ്തുള്ള കുറച്ച് റിവിഷൻ ക്ലാസ്സുകൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് ചെയ്യാനുണ്ട്. 28-ന് LDCക്ക് മുന്നേ ആയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ട്. പിന്നെ ബാക്കി LGS, കേരള ബാങ്ക് OA ഒക്കെ നോക്കുന്ന ആളുകളെ നമുക്ക് ഇതേപോലെ ടോപ്പിക്കിന്റെ റിവിഷൻ ഇടയിൽ കൊണ്ടുപോകും. ഇതുപോലെ പുതിയ ടോപ്പിക്കുകളുടെ ക്ലാസ്സും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ 2023-ലെ 33-ാമത്, അതും ഇമ്പോർട്ടന്റ് ആണ്, സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായത് പ്രഭാവർമ്മ. നമ്മൾ പറഞ്ഞ LDC എക്സാമിന്റെ കുറച്ച് തലേ ദിവസങ്ങളിൽ നമുക്ക് ടോട്ടൽ റിവിഷൻസ് ഉണ്ടാവും. അത് നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ LDCയുടെ മുന്നേ ടോട്ടൽ റിവിഷൻ ചെയ്യുന്നതാണ്. ഒക്ടോബർ 5-ഉം ഒക്ടോബർ 16-നൊക്കെ നമ്മൾ ടോട്ടൽ റിവിഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, യെസ്, നമ്മൾ ഈ പോകുന്നതേ അങ്ങനെ പോവുകയും ചെയ്യും. അപ്പൊ 2023-ലെ 33-ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാവർമ്മ എന്ന് പഠിച്ചു. ഇപ്പൊ ഇത് നമ്മള് LDCയുടെ ബാച്ചിൽ എടുത്തല്ലേ. LDCയുടെ ക്ലാസ് നമ്മൾ ജനുവരി 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ജനുവരി 1-നാണ് LDCയുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തുടങ്ങിയത്. 2024 ജനുവരി 1-ാം തീയതി നമ്മുടെ പച്ചവെള്ള ആപ്പിന്റെ ഫസ്റ്റ് ക്ലാസ്സിന്റെ അന്ന്. ഏത്? പുതിയ പാർലമെന്റ് മന്ദിരം ഈ സ്ക്രീനിൽ എടുത്ത ക്ലാസ് മുതലേ LDCക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോയിന്റുകളൊക്കെ നമ്മൾ ആ ബാച്ചിൽ കവർ ചെയ്താണ്. LDC എക്സാം അടുപ്പിച്ചുള്ള റിവിഷൻ ക്ലാസ്സുകൾ പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ നമ്മൾ കണ്ടക്ട് ചെയ്യും. അതാണ് പറഞ്ഞത് കേട്ടോ. അത് ഏകദേശം തിരുവനന്തപുരം LDC ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അതിനകത്ത് കൂട്ടിച്ചേർക്കലുകളും റിവിഷനുകളും ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചത്. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. സ്റ്റേറ്റ്മെന്റിനുള്ള വകയുണ്ട് അവിടെ. 2023-ലെ 33-ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് കിട്ടി 15 ലക്ഷം രൂപ. അതാവുമ്പോൾ തന്നെ എത്ര പോയിന്റ് ആയി അവിടെ നോക്കി. 23-ൽ 33-ാമതാണ്. പ്രഭാവർമ്മയ്ക്കാണ് സമ്മാനത്തുക 15 ലക്ഷം രൂപയാണ്. എന്തിനാണ്? രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം എന്ന പോയിന്റ് ഓർത്തു വെക്കുക. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ കാലത്തെ ചരിത്ര സംഭവങ്ങളാണ് രൗദ്ര സാത്വികത്തിൽ പറയുന്നത്. ഓക്കെ, സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന 4-ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. യെസ്, അപ്പോ ബാക്കി 4 ആരാന്നുള്ളത് നമ്മൾ അപ്പുറത്ത് പഠിക്കുന്നുണ്ട്. 4-ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന 4-ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. 22 ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച കൃതിക്കാണ് പുരസ്കാരം നൽകുന്നത്. 22 ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച കൃതിക്കാണ് ഈ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്നത്. അതിൽ ഒരു മലയാളിക്ക് കിട്ടി 2023-ൽ. ഇമ്പോർട്ടന്റ് ആണോ? അതെ. KK ബിർള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള 12 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളിക്കാർ KK ബിർള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം. അപ്പോ ഈ പുരസ്കാരം സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KK ബിർള ഫൗണ്ടേഷൻ. അത് 12 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളിക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആവും, പിന്നെയും ഇമ്പോർട്ടന്റ് ആവുകയാണ് കേട്ടോ. 12 വർഷത്തിന് ശേഷം KK ബിർള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തി 22 ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള പുരസ്കാരമാണ്. 4-ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. 2023 ലഭിച്ചത് 33-ാമത്തെ സരസ്വതി സമ്മാൻ. 1991-ൽ ഏർപ്പെടുത്തിയ പ്രഥമ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ഹരിവംശ് റായ് ബച്ചൻ. ഹിന്ദിയിൽ 4 വാല്യങ്ങളിലായിട്ടുള്ള ഒരു ആത്മകഥയാണ് കേട്ടോ, ഹിന്ദിയാണ്.
91 അപ്പോ സരസ്വതി സമ്മാൻ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത്. പ്രഥമ പുരസ്കാര ജേതാവ് ഹരിവംശ് റായ് ബച്ചൻ. പ്രഥമ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബാലാമണിയമ്മയാണ്. നിവേദ്യം എന്ന കവിതാ സമാഹാരത്തിന് പ്രഥമ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ വനിത. ഈ പേജിലുള്ളത് എന്താണ് ഇമ്പോർട്ടന്റ് അല്ലാത്തത്? ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് അല്ലാത്തത് പറയുകയാണെങ്കിൽ യെസ്, ഏതെങ്കിലും ഇമ്പോർട്ടന്റ് അല്ലാത്തയാണോ? സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒരു പക്ക സ്റ്റേറ്റ്മെന്റിനുള്ള വകുപ്പുണ്ട് കേട്ടോ. അപ്പോ എന്നാണ് ഇത് ഏർപ്പെടുത്തിയത്? 91. ആർക്കാണ് ആദ്യം കിട്ടിയത്? ഹരിവംശ് റായ് ബച്ചൻ. എത്ര മലയാളികൾ കിട്ടിയിട്ടുണ്ട്? 4. എത്ര ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക? 15 ലക്ഷം. 23 ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്ക്. പ്രഭാവർമ്മയ്ക്ക് ഏത് കൃതിക്കാണ്? യെസ്, രൗദ്ര സാത്വികം. അത് എന്തിനെ കുറിച്ച് പറയുന്നു? സാർ ചക്രവർത്തിമാരുടെ കാലത്തെ ചരിത്ര സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത് അല്ലെ. എത്ര ഭാഷകളിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന പുരസ്കാരമാണ്? 22 ഭാഷ. ആരാ കൊടുക്കുന്ന? KG ബിർള. എത്ര വർഷത്തിന് ശേഷമാണ് ഒരു മലയാളിക്ക് കിട്ടുന്നത്, ഒരു ഇന്ത്യക്കാരന് കിട്ടുന്നത്? യെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 12 വർഷത്തിന് ശേഷമാണ്. ഓക്കെ, ചോദ്യങ്ങൾ എത്രയായി? കിട്ടിയോ? ചോദ്യങ്ങൾ കിട്ടിയോ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഉറക്കം പോയിട്ടായിരിക്കുമല്ലേ നെഞ്ചുവേദനയൊക്കെ? വേറെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ. ഓക്കെ, അടുത്തതിലേക്ക് പോകുമ്പോൾ മലയാളികളായ 4 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. സരസ്വതി സമ്മാൻ പുരസ്കാരം മലയാളികൾ 4 പേർക്ക് ലഭിച്ചു. 23 പ്രഭാവർമ്മ രൗദ്ര സാത്വികം ഒരു പദ്യത്തിലുള്ള നോവലാണ്. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ കഥ പറയുന്ന നോവലാണ്. ഓക്കെ. 95 ബാലാമണിയമ്മ നിവേദ്യം കവിതാ സമാഹാരം. 2005 അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന കവിതാ സമാഹാരത്തിന്. 2012 സുഗതകുമാരി മണലെഴുത്ത് എന്ന കവിതാ സമാഹാരത്തിന്. ഓക്കെ, അപ്പോ മലയാളികൾ 4ാമത്തെ ആളാണ് നമ്മുടെ പ്രഭാവർമ്മ എന്ന് നമ്മൾ അപ്പുറത്ത് പറഞ്ഞു. രൗദ്ര സാത്വികം എന്ന് പറയുന്ന റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ചരിത്ര സംഭവങ്ങൾ പറയുന്ന പദ്യത്തിലുള്ള നോവലാണ്. ഇത് ചോദിക്കൂട്ടെ എന്തിനാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതും പഠിച്ചു. സരസ്വതി സമ്മാൻ നേടുന്ന ആദ്യ മലയാളി, ആദ്യ വനിതയായിട്ട് നമ്മൾ അപ്പുറത്ത് പഠിച്ചു. ആദ്യ മലയാളി കൂടിയാണ് ബാലാമണിയമ്മ. 1995 നിവേദ്യം എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്. വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ അല്ലെ? നോട്ട് പക്ക ക്ലിയർ ആണ്. യെസ്, സെറ്റ് ആണ്. അപ്പൊ നമ്മളെ സരസ്വതി സമ്മാൻ ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 23, 24 അതിൽ നമ്മുടെ ഇന്ത്യക്കാരൻ ഉണ്ടായതുകൊണ്ട് അതിന്റെ ചരിത്ര സംഭവങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. മലയാളികളായ 4 പേർക്ക് കിട്ടി. അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും പക്ക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യ വനിതയായ, ആദ്യ മലയാളി കൂടിയായ ബാലാമണി അമ്മയെ ഒന്നുകൂടി അടിവരയിട്ട് ബോൾഡാക്കി വെച്ച് പഠിക്കുക കേട്ടോ. യെസ്, ഓക്കെയാണ്. അതൊക്കെയാണ്. ഇനി ഞാൻ ബാക്കിലേക്കുള്ളത് പോകണ്ടല്ലോ. സരസ്വതി സമ്മാൻ, സോറി, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നമ്മൾ നേരത്തെ പഠിച്ച് സെറ്റാക്കി കുപ്പിയിലാക്കി വെച്ചതല്ലേ. ഇനി നമ്മൾ ഇത്രയും പഠിച്ചു പോകും. പക്ഷെ PSC ചോദിക്കും 2022 ആർക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചിരുന്നത് എന്ന് PSC ചോദിക്കും. നമ്മളിപ്പോ 23, 24 ഇപ്പൊ പഠിക്കേണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൽ ഇന്ത്യക്കാരൻ വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. മലയാളികൾ ആർക്കൊക്കെയാന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു പോയി. അപ്പൊ PSC ചിലപ്പോൾ ചോദിക്കും 22 ആർക്കാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, യെസ്. അപ്പോ 23 33ാമത് പ്രഭാവർമ്മ രൗദ്ര സാത്വികം നോവലാണ്, മലയാളം. ഓക്കെ. 22 ശിവശങ്കരി 32ാമത്തെ പിന്നെ പുരസ്കാരം ലഭിച്ചത് ശിവശങ്കരി. സൂര്യവംശം എന്നുള്ളതാണ് കൃതി, ഒരു ഓർമ്മക്കുറിപ്പാണ്, തമിഴ് ഭാഷ. 21 രാംദർശ് മിശ്ര 31 മെയിൻ ടു യഹാൻ ഹൂം കവിതയാണ്, ഹിന്ദി ഭാഷയാണ്.
20 PSC ചോദിച്ചിട്ടുണ്ട്. ശരൺകുമാർ ലിംബാലെ PSC ചോദിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. സനാതൻ എന്ന നോവല് മറാത്തി ഭാഷ. ഓക്കെ, സരസ്വതി സമ്മാൻ ഇത് ചോദിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ബാക്കി ചോദിച്ചതായിട്ട് ഓർക്കുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ 20, 21, 22, 23 സരസ്വതി സമ്മാൻ പുരസ്കാരം കൂടിയിട്ട് നോക്കാം കേട്ടോ. യെസ്, അപ്പൊ അതും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? യെസ്, അപ്പോ സരസ്വതി സമ്മാൻ ഞാൻ തിരിച്ചും മറിച്ചും ഒരു 5 ചോദ്യം ചോദിക്കട്ടെ? കിട്ടൂലേ? കിട്ടണ്ടേ? എത്ര ഭാഷകളിൽ നിന്നുള്ള മികച്ച കൃതിക്കാണ് പുരസ്കാരം കൊടുക്കുന്നത് സരസ്വതി സമ്മാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 ഭാഷകളിൽ നിന്നാണ് ഇത് പഠിച്ചു. ആരാണ് ഇത് ഏർപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KK ബിർള ഫൗണ്ടേഷൻ ആണ് ഇത് ഏർപ്പെടുത്തുന്നത് എന്ന പോയിന്റ് ദിയാം പഠിച്ച് കേട്ടോ. KK ബിർള ഫൗണ്ടേഷൻ ആണ് എന്ന് പഠിച്ചു വെക്കാം. സരസ്വതി സമ്മാൻ കിട്ടുന്ന ആദ്യത്തെ വനിത ആരാണ്? ആദ്യത്തെ ഇന്ത്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നമ്മുടെ ബാലാമണിയമ്മ എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. എത്ര ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാന്റെ സമ്മാന തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ 15 ലക്ഷം രൂപയാണ് സമ്മാന തുക എന്ന് പഠിച്ചു വെക്കാം അല്ലെ? 15 ലക്ഷം രൂപയാണ് സമ്മാന തുക എന്ന് പഠിച്ചു വെക്കാം. രൗദ്ര സാത്വികം എന്നുള്ളത് ഏത് ഭാഷയിലെ കൃതിയാണ്? യെസ്, അത് മലയാളം തന്നെയാണ് കേട്ടോ. രൗദ്ര സാത്വികം എന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെയാണ്. യെസ്, നോവലാണ് പ്രഭാവർമ്മയ്ക്ക് കിട്ടിയത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നമ്മളൊന്ന് പുറത്ത് അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും സരസ്വതി സമ്മാനും സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി പത്മപ്രഭ പുരസ്കാരം കടമ്മനിട്ട അവാർഡ് കൂടി സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. 2024 പത്മപ്രഭ പുരസ്കാരം കവിയായ റഫീഖ് അഹമ്മദ് 24 പത്മപ്രഭ പുരസ്കാരം കവി റഫീഖ് അഹമ്മദ്. പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദ്. 75,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. എത്രയാണ്? 75,000. അതുപോലെ തന്നെ ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം. ഓക്കെ, പത്മപ്രഭ അല്ലെ? പത്മപ്രഭ റഫീഖ് അഹമ്മദ്. പ്ര എന്ന് പറയുമ്പോ റാ വരൂലേ? കേട്ടോ. പത്മപ്രഭ റഫീഖ് അഹമ്മദ് എന്ന് പഠിച്ചു വെക്കാം. 75,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 23 പത്മപ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ. 20 കൊറോണയുടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ശ്രീകുമാരൻ തമ്പി. 19 സന്തോഷ് എച്ചിക്കാനം, അതും പഠിച്ചു. ഓക്കെ, സന്തോഷ് എച്ചിക്കാനം 2019 സന്തോഷ് എച്ചിക്കാനം, 2020 ശ്രീകുമാരൻ തമ്പി, കൊറോണയുടെ ഗ്യാപ്പ് കഴിഞ്ഞ് 2023 സുഭാഷ് ചന്ദ്രൻ, 2024 അഹമ്മദ്, കവിയായ റഫീഖ് അഹമ്മദിനെ എന്ന പോയിന്റ് ഓർത്തു. എല്ലാം കൂടെ പഠിക്കുമ്പോ ഒരു കണക്ഷൻ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓവർലോഡ് ആയിട്ട് തോന്നും. അത് നിങ്ങളുടെ ഒരു കുറവാണ് ഇത് എന്ന് മനസ്സിലാക്കുക. എന്നാ എല്ലാം പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. അവർ രണ്ടുപേരും മത്സരിക്കുന്നത് ഒരേ 100 ചോദ്യങ്ങളോടാണ്. അപ്പോ കുറവുള്ള ആളുകൾ, ഇതൊന്നും ഇതുവരെ പഠിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം? കുറച്ച് എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ 19 സന്തോഷ് എച്ചിക്കാനം, 20 ശ്രീകുമാരൻ തമ്പി, 23 സുഭാഷ് ചന്ദ്രൻ, 24 23 ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. മറ്റേ നമ്മൾ ധൈര്യത്തിന് വെക്കുന്നതാണ്. ഓക്കെ, 24 പത്മപ്രഫീഖ് എന്ന് വിളിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, സുഭാഷ് ചന്ദ്രൻ 23 എന്നുള്ളതും മനസ്സിലുണ്ടായിരിക്കുക. സെറ്റ്. ഇനി കടമ്മനിട്ട രാമകൃഷ്ണൻ അവാർഡ്. പ്രമുഖ കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ സ്മരണക്കായി 2015 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം അത്
2024 യെസ്, ഓ സമാധാനം, 2024 റഫീഖ് അഹമ്മദിനാണ് ഇത് രണ്ടും കിട്ടിയിട്ടുള്ളത് കേട്ടോ. യെസ്, കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരവും പത്മപ്രഭ പുരസ്കാരവും റഫീഖ് അഹമ്മദ്. 23 പ്രഭാവർമ്മ ട്രെൻഡിങ് ആണ്, അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ വരെ കിട്ടി. 22 ഭാഷകളിൽ കൊടുക്കുന്ന 12 വർഷത്തിന് ശേഷം കൊടുക്കുന്ന 15 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം 23 സരസ്വതി സമ്മാൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം കൂടി കിട്ടിയിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കാം. ഇനി 20 KG ശങ്കരപിള്ള, 19 സുഗതകുമാരി, ജസ്റ്റ് വായിച്ചു പോയാൽ മതി കേട്ടോ. അപ്പൊ പത്മപ്രഭ പുരസ്കാരവും അതുപോലെ തന്നെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരവും കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഫീഖ് അഹമ്മദിനാണ്, കവിയായ റഫീഖ് അഹമ്മദിനാണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം കേട്ടോ. അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മുടെ ചിന്തയിൽ വരേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പത്മപ്രഭ പുരസ്കാരവും കിട്ടി, കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരവും കിട്ടി 24 റഫീഖ് അഹമ്മദിന്. അപ്പൊ ആള് കുറച്ച് ഹൈലൈറ്റ് ആണ്, ഇപ്പോ ട്രെൻഡിങ് ആണ് ആള്. അപ്പൊ അയാളെ കുറിച്ച് കുറച്ചും കൂടെ കൂടുതലായിട്ട് ചോദിക്കാൻ ചിലപ്പോൾ PSCക്ക് തോന്നിയേക്കാം എന്നുള്ള ഒരു ചിന്ത കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേക്ക് വന്നോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ റഫീഖ് അഹമ്മദിന്റെ കൃതി ഏതായിരിക്കും എന്നും കൂടി പഠിക്കണമല്ലോ. കാരണം 2 പുരസ്കാരമൊക്കെ കിട്ടിയ അദ്ദേഹം കുറച്ച് ട്രെൻഡിങ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട, അത് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ചിന്തയിൽ വരേണ്ടതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയൽ പരമാവധി ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സാഗരമാണ്. ആ സാഗരത്തിൽ നമുക്ക് പരമാവധി നമ്മൾ ഉൾപ്പെടുത്തിയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഇപ്പൊ ഈ പഠിക്കുമ്പോൾ ഇതേപോലെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഗൂഗിളിനോടോ ChatGPT-യോടോ ഒക്കെ ചോദിച്ചിട്ട് അതൊന്നും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. റഫീഖ് അഹമ്മദിന്റെ കൃതികൾ നമുക്ക് ഇവിടെ നോക്കാം. സ്വപ്ന വാങ്മൂലം, ആൾമറ, ചീട്ടുകളിക്കാരൻ, ശിവകാമി, ഗ്രാമവൃക്ഷത്തിലെ കുയില് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുമാരനാശാൻ. ഇതല്ല, ഗ്രാമവൃക്ഷത്തിലെ വവ്വാല്, അഴുക്കില്ലം, തോരാമഴ, അമ്മ തൊട്ടിൽ. ഇതിൽ ആൾമറ എന്ന സമാഹാരത്തിന് 2006 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോ റഫീഖ് അഹമ്മദ് പ്രധാനപ്പെട്ട ഒരു കൃതിക്ക് എന്നുള്ള രൂപത്തിലല്ല, അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ടുള്ള കവിതകളിൽ എല്ലാം നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് പത്മപ്രഭ പുരസ്കാരവും കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരവും കിട്ടിയിട്ടുള്ളത് കേട്ടോ. യെസ്, അപ്പൊ കൃതികൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ആവശ്യം വരും. യെസ്, അപ്പോ 2024 പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 റഫീഖ് അഹമ്മദ്, യെസ് 23 സുഭാഷ് ചന്ദ്രൻ, 19 സന്തോഷ് എച്ചിക്കാൻ. ഓക്കെ, അപ്പോ 2006 അദ്ദേഹത്തിന്, അപ്പൊ പരിപാടി ഇപ്പൊ ഇന്നലെ തുടങ്ങിയല്ല, 2006 തന്നെ കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. ചീട്ടുകളിക്കാരൻ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഫീഖ് അഹമ്മദ്. സനാതൻ ആരുടെ നോവലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സനാതൻ ആരുടെ നോവലാണ്? യെസ്, ശരൺ കുമാർ ലിംബാലെ. ഏത് ഭാഷയിലെ നോവലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് മറാത്തി ഭാഷയിലെ നോവലാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, സരസ്വതി സമ്മാൻ, പത്മപ്രഭ പുരസ്കാരം, കടമ്മനിട്ട രാമകൃഷ്ണൻ അവാർഡ്, അതിലൊക്കെ കേരള PSC ചോദിക്കുന്ന റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ്സും കൂടി നമ്മൾ അവാർഡുകളുമായി ബന്ധപ്പെട്ട് ചെയ്യും. നാളത്തെ ക്ലാസ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡുകളുടെ മാക്സിമം കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് നാളെയും കൂടി അവാർഡിന് ഉണ്ടാവും കേട്ടോ. PDF ഇന്ന് തരേണ്ട കാര്യമില്ല, കഴിഞ്ഞ ദിവസം തന്ന PDF തന്നെ എല്ലാം ഏകദേശം ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് സ്പെഷ്യലി PDF ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് എടുക്കാനുള്ള കുറച്ച് അവാർഡുകളും കൂടിയൊക്കെ എടുത്തിട്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
ചെയ്യാലോ അല്ലെ? യെസ്. അപ്പോ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് വ്യാസ് സമ്മാനാണ്. വ്യാസ് സമ്മാൻ ഓക്കെയല്ലോ. വ്യാസ പുരസ്കാരം അല്ലെ, വ്യാസ് സമ്മാൻ. ഓക്കെ, അവാർഡുകളുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. പരമാവധി എല്ലാം ഉൾപ്പെടുത്തും. പക്ഷേ അവാർഡുകൾ ഫുള്ളായിട്ടാവും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല, ഇനിയും ഉണ്ടാവും പൊട്ടും പൊടിയൊക്കെ. ബാക്കി നോക്കാം നമുക്ക് കേട്ടോ. 1991 നൽകി തുടങ്ങിയ പുരസ്കാരമാണ് വ്യാസ് സമ്മാൻ. സാഹിത്യകൃതി ഹിന്ദി ഭാഷയിലായിരിക്കണം. ഈ വ്യാസ സമ്മാനം കൊടുക്കണമെങ്കിൽ ആ കൃതി എന്തായിരിക്കണം? ഹിന്ദി ഭാഷയിലായിരിക്കണം എന്നുള്ളതാണ് റൂൾ. 10 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചിരിക്കണം. 10 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ച ഹിന്ദി സാഹിത്യകൃതിക്ക് 91 ആരംഭിച്ച ഒരു പുരസ്കാരമാണ് വ്യാസ് സമ്മാൻ എന്ന് പഠിച്ചു നോക്കാം. ഹിന്ദിയിലായിരിക്കണം, 10 വർഷത്തിനുള്ളിൽ ഇറങ്ങിയതിനെ സമ്മാനം കൊടുക്കുകയുള്ളൂ. 91 ഇത് ആരംഭിച്ചത് എന്ന് പഠിച്ചു. പുരസ്കാരം നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ തന്നെയാണ്. 3,50,000 രൂപ 2017 കണക്കനുസരിച്ചാണ്. യെസ്, പിന്നീട് ഒരു അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. 3,50,000 രൂപ കിട്ടും. നിലവിൽ പുരസ്കാര തുക 4 ലക്ഷം രൂപയാണ്. 17 3,50,000 ആണ്. ഇപ്പോൾ 4 ലക്ഷം രൂപയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിലവിൽ 4 ലക്ഷം രൂപയായിട്ടുണ്ട്. പ്രഥമ അവാർഡ് ജേതാവ് രാം വിലാസ് ശർമ്മ 1991. കൃതി ഭാരത് കെ പ്രാചീൻ ഭാഷ പരിവാർ ഓർ ഹിന്ദി. ഇനി രണ്ടാമത്തെ പുരസ്കാര ജേതാവ് ശിവപ്രസാദ് സിംഗ്. കൃതി നീല ചന്ദ്. ഇതൊന്നും കറണ്ട് അഫെയർ അല്ല. 4 ലക്ഷം രൂപയാണ് സമ്മാനത്തുക എന്നുള്ളത് വല്ല സ്റ്റേറ്റ്മെന്റിന്റെ ഇടയിലും കയറി ചോദിച്ചാലേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് കൂട്ടിച്ചേർക്കുന്നതാണ് കേട്ടോ. യെസ്, നമ്മള് 1991 വ്യാസ സമ്മാൻ പുറത്തിറങ്ങുന്നത്. ഹിന്ദിയിലായിരിക്കണം, 10 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചിരിക്കണം. നൽകുന്നത് ആരാണ്? യെസ്, നൽകുന്നത് ആരാണ്? ആരാ? KK ബിർള ഫൗണ്ടേഷൻ ആണ്. എത്ര രൂപയാണ് സമ്മാന തുക? 3,50,000 രൂപയാണ് സമ്മാന തുക. 2017 ആണ് അങ്ങനെ ഒരു കണക്കെടുപ്പ്. യെസ്, അത് ഈ ഡോളർ റേറ്റിനനുസരിച്ചൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും ചില അവാർഡിന്റെ ഒക്കെ റേറ്റുകൾ കേട്ടോ. നിലവിൽ പുരസ്കാര തുക അപ്രോക്സിമേറ്റ്ലി 4 ലക്ഷം രൂപയാണ് എന്ന് പഠിച്ചു നോക്കാം. ആദ്യം ആർക്കാണ് കിട്ടിയത്, രണ്ടാമത് ആർക്കാണ് കിട്ടിയത്, അവരുടെ കൃതിയൊക്കെ വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2023 പുഷ്പഭാരതിക്കാണ് അവാർഡ് കിട്ടിയത്. പുസ്തകം യാദേൻ യാദേൻ ഓർ യാദേൻ, ഒരു ഓർമ്മക്കുറിപ്പാണ് പുഷ്പഭാരതി. 2022 ഗ്യാൻ ചതുർവേദി പാഗൽഖാന, ഓക്കെ, നോവൽ വിഭാഗത്തിലാണ് അത് ഉൾപ്പെടുന്നത്. ഈ 2 വരിയാണ് ഈ പേജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. 23 വ്യാസ് സമ്മാൻ ആർക്കാ കിട്ടിയത്? പുഷ്പഭാരതി. പുസ്തകം ഏതാണ്? യാദേൻ യാദേൻ ഓർ യാദേൻ, ഓർമ്മക്കുറിപ്പാണ്. ഇനി 2022 ഗ്യാൻ ചതുർവേദി പാഗൽഖാന നോവലാണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഇനി അസ്ഗർ വജഹത്ത് മഹാബലി എന്ന പുസ്തകത്തിന് നാടകകൃതിയാണ്, പുസ്തകമല്ല നാടകകൃതിയാണ് 2021 കിട്ടിയിട്ടുണ്ടെന്നും ശരത് കെ പകാരെ പാട്ലി പുത്രി കി സാമ്രാഗി നോവൽ വിഭാഗത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നും ഓടിച്ചു പോവാം കേട്ടോ. ഇത് രണ്ടും കൂടി ഉണ്ടാവുമ്പോ താഴേക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. മറ്റതൊക്കെ ഒന്ന് ഓടിച്ചു വായിക്കുക. PSC നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ബാക്കി പോയിന്റുകൾ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? യെസ്, സെറ്റ്. അപ്പൊ എത്ര രൂപയാണ് സമ്മാന തുക കിട്ടുന്നത്? 3,50,000 ആണ് ഒഫീഷ്യൽ കണക്ക് പ്രകാരം. പക്ഷെ ഇപ്പൊ എത്ര കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 4 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് എന്ന പോയിന്റും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. 2023 ആർക്കാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പുഷ്പഭാരതി യാദേൻ യാദേൻ അവർ യാദേൻ എന്ന് വിളിച്ചു വെക്കാം. ഓർമ്മക്കുറിപ്പിനാണ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു കേട്ടോ. ഓർമ്മക്കുറിപ്പാണ്. യെസ്,
അസ്ഗർ വജഹത്ത് മഹാബലി നാടകകൃതിയാണ്. പാഗൽഖാന ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോവലാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ എത്ര വർഷത്തിൽ ഉള്ളിലായെങ്കിൽ മാത്രമാണ് നമ്മളെ വ്യാസ സമ്മാനം കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർഷത്തിനുള്ളിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ, 10 വർഷത്തിൽ ഉള്ളിലാണെങ്കിൽ മാത്രമാണ് പുരസ്കാരം കിട്ടുന്നത്. എന്നാണ് ഇത് ആരംഭിച്ചത്? വ്യാസ സമ്മാനം ആരംഭിച്ച വർഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991 എന്ന പോയിന്റും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അത് അവിടെ ഒരു സൈഡിൽ സെറ്റാക്കി വെക്കുക. അടുത്തത് JCB സാഹിത്യ പുരസ്കാരം. ഇതിവിടെ ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആവുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് ഈ പുരസ്കാരത്തിലാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ്. 25 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക. ഏർപ്പെടുത്തിയത് 2018 മുതലാണ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതോ ആയ കൃതിക്കാണ് ഇത് പരിഗണിക്കുന്നത്. അപ്പൊ സമ്മാനത്തുക പ്രസ്താവിക്കുന്നത് ഇന്ത്യൻ മണിയിലല്ല. അതുകൊണ്ടാണ് ഇത്രയും സമ്മാനത്തുക കേട്ടോ. ഇന്ത്യക്കാർ നമ്മളാരെങ്കിലും ഇംഗ്ലീഷിൽ എഴുതിയതോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതോ പരിഭാഷപ്പെടുത്തിയതോ ആയ കൃതികൾക്കാണ് ഈ പറയുന്ന JCB സാഹിത്യ പുരസ്കാരം കിട്ടുന്നത്. പുസ്തകം വിവർത്തനം ചെയ്ത ആൾക്ക്, ഇതിലൊരു ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, വിവർത്തനം ചെയ്ത ആൾക്ക് 10 ലക്ഷം രൂപ കിട്ടും. ടോട്ടൽ 25 ലക്ഷം രൂപ. ആഗോള നിർമ്മാണ ഉപകരണ നിർമ്മാതാക്കളായ JCB ആണ് സമ്മാന ധനസഹായം നൽകുന്നത്. ആഗോള നിർമ്മാണ ഉപകരണ നിർമ്മാതാക്കളായ നമ്മുടെ JCB തന്നെ കേട്ടോ, നമ്മുടെ JCB തന്നെയാണ് ഇതിന്റെ ധനസഹായം കൊടുക്കുന്നത്. ഇവരെന്തിനാ ഇപ്പൊ ഇതിലേക്ക് വന്നത് എന്നുള്ളതായിരിക്കും അടുത്ത സംശയം അല്ലെ. JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ട്രോഫി 2018 ആർട്ടിസ്റ്റ് ജോഡിയായ തുഗാർ ആൻഡ് ടാഗ്രെ ചേർന്നാണ് രൂപകൽപ്പന ചെയ്തത്. 2018 ഇവരാണ് ആർട്ടിസ്റ്റ് ജോഡിയായ തൂഗ്രാൽ ആൻഡ് ടാഗ്ര, ഇവർ രണ്ടുപേരുമാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇങ്ങനെ ഒരു ധനസഹായം കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ 10 ലക്ഷം രൂപ വിവർത്തനം ചെയ്ത ആൾക്ക് കിട്ടും. 25 ലക്ഷം രൂപയാണ് ടോട്ടൽ സമ്മാന തുക. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയാണ് JCB സാഹിത്യ പുരസ്കാരം. അങ്ങനെ വരാൻ കാരണം എന്താ? ഇത് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന അവാർഡല്ല. നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതിയതോ നമ്മുടെ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതോ ആയ കൃതികൾക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. സമ്മാനം കൊടുക്കുന്നതും എന്താണ്, ഒരു ഗ്ലോബൽ ടീമാണ് JCB. ഓക്കെ, യെസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട CA നമുക്ക് നോക്കണ്ടേ. ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കറന്റ് അഫയേഴ്സിലേക്ക് വരുന്ന സമയത്ത് പ്രഥമ JCB സാഹിത്യ പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. പൈസ കുറെ കിട്ടിയിട്ടപ്പോ ഇതൊക്കെ കൂടെ ആയിട്ട് അല്ലെ. അപ്പോ JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെന്യാമിൻ എന്ന് വിളിച്ചു. കൃതി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. ഇംഗ്ലീഷിന്റെ വിവർത്തനമാണ് ജാസ്മിൻ ഡേയ്സ് വിവർത്തനം ചെയ്തത് ഷഹനാസ് ഹബീബ് എന്ന് നോട്ട് ചെയ്തു. ഷഹനാസ് ഹബീബ്. ഓക്കെ, അപ്പൊ പ്രഥമ JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ബെന്യാമിൻ. കൃതി ഏതാണ്? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജാസ്മിൻ ഡേയ്സ് ആണ്. വിവർത്തനം ചെയ്തത് ഷഹനാസ് ഹബീബ് ആണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഷഹനാസ് ഹബീബ്. സെറ്റ്. യെസ്, ഷഹനാസ് ഹബീബ് കേട്ടോ. JCB സാഹിത്യ പുരസ്കാരം നമുക്കൊന്ന് നോക്കാം. ആദ്യം കിട്ടി 18 കിട്ടിയത്. അപ്പൊ 23 വരെ നോക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ 2018 ബെന്യാമിൻ. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ മലയാളം കൃതിയാണ്. ജാസ്മിൻ ഡേയ്സ് ആണ് ഇംഗ്ലീഷ് വിവർത്തനം. ഷഹനാസ് ഹബീബ് ഓൾറെഡി പഠിച്ചു. രണ്ടാമത്തത് മാധുരി വിജയ് ദി ഫാർ ഫീൽഡ്. ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യെസ്, മാധുരി വിജയ്. 2020 S ഹരീഷിന്റെ മീശ. ഓക്കെ, യെസ്, മൗസ്റ്റാഷ്. ജയശ്രീ കളത്തിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. 2021 M മുകുന്ദൻ ഡൽഹി ഗാഥകൾ മലയാളത്തിൽ എഴുതി അത് ഇംഗ്ലീഷിലേക്ക് ഡൽഹി സോളിലോക്വി ഫാത്തിമ EV നന്ദകുമാർ K കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തു.
ഇതൊക്കെ ഒന്ന് ഓടിച്ചു പോവാ. 22 20 പഠിക്കാം കേട്ടോ. 22 ഖാലിദ് ജാവേദ് നെമത് ഗാന ഉറുദു ആണ് നമ്മൾ പഠിച്ചു. ദ പാരഡൈസ് ഓഫ് ഫുഡ്. ബാരൻ ഫറൂഖിയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. 23 പെരുമാൾ മുരുകൻ ആലണ്ട പച്ചി ഫയർബേർഡ് കേട്ടോ. ജനനി കണ്ണനാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്ന പോയിന്റ് കൂടി ഓർത്ത്. 2023 പെരുമാൾ മുരുകനാണ് ജേതാവ്, JCB സാഹിത്യ പുരസ്കാര ജേതാവ്. ആലണ്ട പച്ചി എന്ന തമിഴ് ഭാഷയിലെ കൃതിയാണെന്ന് പഠിച്ചു വെക്കാം. ഫയർബേർഡ് കേട്ടോ. ജനനി കണ്ണൻ ആണ് ഇത് വിവർത്തനം ചെയ്തത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ. യെസ് സെറ്റല്ലേ? പഠിക്കണം. ഇതിനകത്ത് എല്ലാം പഠിക്കണം എന്നില്ല. ഇതിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് 22 23 നമ്മുടെ JCB സാഹിത്യ പുരസ്കാരം. എന്നാൽ 18 ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആദ്യത്തെ കൃതി ഏതാന്ന്, മുല്ലപ്പൂ നിറമുള്ള പകലുകളാണെന്നുള്ളത് ചോദിക്കില്ല എന്ന് കേട്ടോ. അതൊന്നും മനസ്സിലുണ്ടായിരിക്കണം, ഓടിച്ചു പോവുക. 22 23 CA ഫാക്ടുകൾ. യെസ്, നമ്മൾ CA ആണ് എടുക്കുന്നതെങ്കിലും കുറച്ചും കൂടി ഇപ്പുറത്തേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതും കൂടി നോക്കി വെക്കുക. സെറ്റ്. ആലണ്ടപ്പാച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഫയർബേർഡ് എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. നമ്മൾ അറിയുന്നവരുണ്ട് ഇതിനകത്ത്. ഞാൻ കൊല്ലത്തുള്ളയാ മോനെ. തമിഴുള്ള അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? യെസ്, ആലണ്ടപ്പാച്ചി കേട്ടോ, ഫയർബേർഡ് ആയിരിക്കണം. അപ്പൊ പെരുമാൾ മുരുകനാണ് തമിഴ് പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാട്ടോ. യെസ്. അപ്പോ JCB സാഹിത്യ പുരസ്കാരം, അതിന്റെയൊക്കെ ചിത്രങ്ങൾ ഇതാ, ബുക്കിന്റെ ഒക്കെ ചിത്രങ്ങളും ഉണ്ട്, വെറുതെ ഒന്ന് മനസ്സിൽ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ വ്യാസ സമ്മാൻ ഏത് ഭാഷയിൽ നൽകുന്ന പുരസ്കാരമാണ് വ്യാസ സമ്മാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാസ സമ്മാൻ ഹിന്ദി ഭാഷയിലാണ് അല്ലെ. JCB പുരസ്കാരത്തിന് അങ്ങനെയുണ്ടോ? ഇല്ല. JCB പുരസ്കാരം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയതിനാണ് എന്ന പോയിന്റ് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഓക്കെ. അപ്പൊ 2023 വ്യാസ സമ്മാൻ ആർക്കാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 23 വ്യാസ സമ്മാൻ പുഷ്പഭാരതിയാണെങ്കിൽ 23 JCB സാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമാൾ മുരുകനാണെന്ന് പഠിച്ചു പോകാം അല്ലെ. 22 വ്യാസ സമ്മാൻ ആർക്കാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 22 വ്യാസ സമ്മാൻ ഗ്യാൻ ചതുർവേദി എന്ന് പഠിച്ചു വെക്കാം. ഇനി 22 JCB സാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 22 JCB സാഹിത്യ പുരസ്കാരം ഖാലിദ് ജാവേദ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, അവിടെ പഠിച്ച് വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ്. വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് 13ാമത് വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് MK സാനുവിന് അജയ്യതയുടെ അമരസംഗീതം സാഹിത്യ നിരൂപണ വിഭാഗത്തിലാണ് പുരസ്കാരം. 14ാമത് വൈക്കം മുഹമ്മദ് ബഷീറോ K സച്ചിദാനന്ദൻ ദുഃഖം എന്ന വീട് എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. അത് രണ്ടും ലെസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നില്ല, വായിച്ചങ്ങ് പോവാ കേട്ടോ. എന്നാൽ 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡും 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ 2022 M മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവലിനാണ് പുരസ്കാരം. 2023 E സന്തോഷ് കുമാർ നാരകങ്ങളുടെ ഉപമ ചെറുകഥാ സമാഹാരമാണ് നാരകങ്ങളുടെ ഉപമ എന്ന പോയിന്റും ഓർത്തു വെക്കാം. ഓക്കെ, നാരകങ്ങളുടെ ഉപമ. ഓക്കെ കേട്ടോ. മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകൾ
രൂപ മുകുന്ദനെ അല്ലേ ഓർമ്മ വരുന്നത്? മുകുന്ദൻ എന്ന് കേൾക്കുമ്പോ സിനിമയിൽ ശ്രീനിവാസൻ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ശ്രീനിവാസൻ ഒരു കുടയുടെ താഴെ നിന്ന് ഇങ്ങനെ നൃത്തം ചെയ്യാം. ഓക്കെ, നരകത്തിൽ പോയാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും ചിലർക്ക്. അതിനാണ് ഈ ഭൂമിയിലെ ആഭാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? യെസ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ്. സന്തോഷ് നാരകങ്ങളുടെ ഉപമ, അല്ലെങ്കിൽ നാരങ്ങ കഴിച്ച് സന്തോഷിന് സന്തോഷമായി എന്ന് ഓർത്തു വെക്കാം, കൃതി കിട്ടണമെങ്കിൽ കേട്ടോ. നാരകങ്ങളുടെ ഉപമ സന്തോഷ് കുമാർ, മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇത് രണ്ടുമാണ് പഠിക്കേണ്ടത്. ബാക്കി രണ്ടും ഒന്നൊന്നൊന്ന് ഓടിച്ചു പോവാം. പിന്നെ നമ്മള് പരീക്ഷ ഹാളില് കിട്ടും നമുക്ക് കേട്ടോ. ആ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഓർമ്മ വരും അല്ലെ? സമ്മാന തുക എത്രയാണെന്നറിയാമോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സമ്മാന തുക 50,000 രൂപയാണ്. ആദ്യ പുരസ്കാര ജേതാവ് N പ്രഭാകരനാണ്. 2008 ആരംഭിച്ചത്. യെസ്. ഓക്കെ, തിരഞ്ഞെടുത്ത കഥകൾ എന്നുള്ളത് കൃതിക്കാണ് പുരസ്കാരം. 50,000 രൂപയും പ്രശസ്തി പത്രവും CN കരുണാകരൻ രൂപകൽപ്പന ചെയ്ത ഫലകവുമാണ് അവാർഡ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനമായ ജനുവരി 21 അവാർഡ് നൽകുന്നത്. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനമായ ജനുവരി 21 അവാർഡ് നൽകുന്നത് എന്ന് വിളിച്ചു വെക്കാം. N പ്രഭാകരൻ കേട്ടോ. N പ്രഭാകരൻ 2008 ആദ്യമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് നേടിയ ആളാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. N പ്രഭാകരൻ. ഓക്കെ, ജനുവരി 21 ഇത് കൊടുക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് കൊടുക്കുന്നത് ജനുവരി 21 എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ എഴുത്തച്ഛനും വയലാറും പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യ ക്ലാസ്സിൽ എടുത്തു. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ, സാഹിത്യ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും മറ്റുമൊക്കെ കൂട്ടിച്ചേർത്തു. അതുമല്ലാത്ത അവാർഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അവാർഡിന്റെ 3ാമത്തെ ക്ലാസ് ആണ്. ഈ 3 ക്ലാസ്സുകളും കാണുക തീർച്ചയായിട്ടും കേട്ടോ. ഓക്കെ, യെസ്. ഇല്ല, ഈ വർഷം വന്നതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം വന്നിട്ടുണ്ടാവില്ല, വരുന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എത്ര ലക്ഷം രൂപയാണ് JCB പുരസ്കാരത്തിന്റെ സമ്മാന തുക? എത്ര ലക്ഷം രൂപയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JCB പുരസ്കാരം സമ്മാന തുക 25 ലക്ഷം രൂപയാണ് സമ്മാന തുക അല്ലെ? വിവർത്തനം ചെയ്യുന്ന ആൾക്ക് എത്ര ലക്ഷം രൂപ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടും. പ്രഥമ JCB പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഥമ JCB പുരസ്കാര ജേതാവ് ബെന്യാമിനാണ് എന്ന് പഠിച്ചു വെക്കാം. കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പൂ നിറമുള്ള പകലുകളാണ് എന്ന് പഠിച്ചു വെക്കാം. യെസ്. അത് വിവർത്തനം ജാസ്മിൻ ഡേയ്സ് ആണ് അല്ലെ? അത് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷഹനാസ് ഹബീബാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. ഐ റിപ്പീറ്റ്, വ്യാസ സമ്മാൻ 2023 ലഭിച്ചത് ആർക്കാം? പുഷ്പഭാരതിക്കാണ്. ഏതാ കൃതി? യാദേൻ ഔർ യാദേൻ അല്ലെ? 2023 JCB പുരസ്കാരം ലഭിച്ചത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെ? പെരുമാൾ മുരുകനാണ്, ആലണ്ടപ്പാച്ചിയാണ്, പുസ്തകം ആലണ്ടപ്പാച്ചിയാണ്. അത് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്, ഫയർബേർഡ് ആണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ പഠിച്ചു. M മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകളാണ്, സന്തോഷ് നാരകങ്ങളുടെ ഉപമയാണ് എന്ന പോയിന്റും ഓർത്തു വെക്കാം. 50,000 രൂപയും പ്രശസ്തി പത്രവും CN കരുണാകരൻ രൂപകൽപ്പന ചെയ്ത ഫലകവുമാണ് അവാർഡിൽ കൊടുക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ശരിയല്ലേ? അവാർഡുകൾ കുറെ ഉണ്ട്. യെസ്. കൃത്യമായി മുന്നേ ഒന്നും പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ വരെ വന്നേക്കാം. മറിച്ചും തിരിച്ചും പഠിക്കണം കേട്ടോ. ഓക്കെ, നാളെ ഇതെല്ലാം കൂടെ ചേർത്തുള്ള പരീക്ഷ ഉണ്ടാവും കേട്ടോ. ഓക്കെ, 26 മുതലേ നമ്മൾ റിവിഷനും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 26 മുതൽ, നാളെ 25 അല്ലേ? 26 മുതലേ നമ്മളെ ഓരോ ടോപ്പിക്കിന്റെ റിവിഷൻ കൂടി കൊണ്ടുവരും. നമ്മുടെ 24x7 വാട്സ്ആപ്പ് ഗ്രൂപ്പില്ലേ, അതുവഴി നമ്മളെ റിവിഷൻ ക്ലാസ്സുകൾ കൂടി കൊണ്ടുവരും കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, പിന്നീട് 26 തീയതി മുതൽ അടുത്ത 26 വരെ ഡെയിലി ഓരോ ടോപ്പിക്കുകളും മറ്റുമായിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന പോലെ പോകും. ഒപ്പം നമ്മൾ പഠിച്ചതിന്റെ റിവിഷൻ ക്ലാസ്സുകൾ കൂടി ഉണ്ടാവും ബാക്കിലേക്ക്. ഓക്കെ, എല്ലാ സബ്ജക്റ്റും ഉണ്ടാവേ. എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, ചില ക്ലാസ്സുകൾ യൂട്യൂബിലും കൂടി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. യെസ്, ചില റിവിഷൻ ക്ലാസ്സുകൾ കേട്ടോ. യെസ്, ചിലത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഒക്കെ പറയാം. ഇന്ന് നമ്മള് 24 നാളെ വൈകുന്നേരം ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് നമ്മള് LGS ബേസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. LDCക്കാർ ഇനി നമുക്ക് എക്സാം അടുപ്പിച്ച് കുറച്ച് റിവിഷൻ ക്ലാസ്സുകളാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ.
ഓക്കെ, മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം. സിയുടെ ഒക്കെ റിവിഷൻ നമ്മളെ CA ഗ്രൂപ്പിൽ തന്നെ നമ്മൾ പറയൂ കേട്ടോ. ഓക്കെ, മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം. സാഹിത്യകാരൻ മലയാറ്റൂർ രാമകൃഷ്ണന്റെ പേരിൽ മലയാറ്റൂർ സ്മാരക സമിതി 2006 ഏർപ്പെടുത്തിയതാണ് സാഹിത്യ പുരസ്കാരം. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം. നാരായണം എന്ന സാഹിത്യ കൃതിക്കാണ് പെരുമ്പടം ശ്രീധരനാണ് ആദ്യത്തെ 2006 മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം എല്ലാം നമ്മൾ പറയുന്നില്ല. 20 ജോർജ് ഓണക്കൂറിനെ, 21 സജിൽ ശ്രീധർ, 22 ബെന്യാമിൻ, 23 സാറ ജോസഫിന്റെ എസ്റ്റർ നമ്മൾ പഠിച്ചതാണ് മലയാറ്റൂർ സ്മാരകം. എസ്റ്റർ. നിശബ്ദ സഞ്ചാരങ്ങൾ, ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരങ്ങൾക്കാണ് 2022 കിട്ടിയത് എന്ന പോയിന്റും ഓർത്തു വെക്കാം. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. യുവ സാഹിത്യകാർക്കുള്ള 17ാമത് മലയാറ്റൂർ പുരസ്കാരം 2023 പുരസ്കാരം നേടിയത് രജനി സുരേഷ്. വള്ളുവനാടൻ വിഷുക്കുടുക്ക ഓർമ്മക്കുറിപ്പ് വിഭാഗത്തിൽ കിട്ടി. യുവ എഴുത്തുകാർക്കുള്ള 17ാമത് മലയാറ്റൂർ പുരസ്കാരം ഈ വർഷം. ഇനി യുവ എഴുത്തുകാർക്കുള്ള 16ാമത് മലയാറ്റൂർ പുരസ്കാരം 2022 കിട്ടിയത് VK ദീപ. വുമൺ ഈറ്റേഴ്സ് എന്ന പോയിന്റും കൂട്ടിച്ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പോ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം സാഹിത്യകൃതിക്കും കൊടുക്കുന്നുണ്ട്, യുവ എഴുത്തുകാർക്കും കൊടുക്കുന്നുണ്ട്. സാഹിത്യകൃതി 2022 ബെന്യാമിൻ നിശബ്ദ സഞ്ചാരങ്ങൾ, 23 സാറ ജോസഫിനെ എസ്റ്റർ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇനി അവിടെ തന്നെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം 17ാമത് 2023 കിട്ടിയത് രജനി സുരേഷും 16ാമത് 2022 കിട്ടിയത് VK ദീപയുമാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. ഈ സാറ ജോസഫ് എസ്റ്റർ എന്നൊക്കെ പറയുന്നത് നമ്മൾ മന്ത്ലി കറന്റ് അഫയേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലെ? യെസ്. ഓക്കെ, പക്ഷേ ഇവിടെ ടോപ്പിക് വൈസിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതങ്ങോട്ട് കവർ ചെയ്യുന്നു. പിന്നെ ഇത് തീർന്നോ? ഇനി നമ്മൾ LGS പരീക്ഷന്റെ ഇടയിൽ സാറ ജോസഫ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം 2024 ഇപ്പൊ അടുത്ത മാസം വന്നു വിചാരിക്കുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണ്ടേ? അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് എന്നേക്കുമായിട്ടുള്ള ക്ലാസ് അല്ല. കറണ്ട് അഫയേഴ്സ് അങ്ങനെയാണല്ലോ, ഒരിക്കലും അതിന്റെ ഇമ്പോർട്ടൻസ് കുറയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും നിലയ്ക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്. അപ്പോ ഇതിലെ ബെന്യാമിനെയും സാറ ജോസഫിനെയും 16ഉം 17ഉമാണെന്നുള്ളത് എടുത്തു പഠിക്കുക. അതിന്റെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു പോവുകയും ചെയ്യാം. യെസ്, 2006 ആരംഭിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാര തുക. പിന്നെ യുവ പുരസ്കാര തുക എത്ര, യുവ എഴുത്തുകാർക്കുള്ള ആരൊക്കെയാണെന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഇതുവരെ പഠിച്ചതിന്റെ 5 മാർക്കിന്റെ ഒരു റിട്ടൺ എക്സാം നടത്തിയിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഒന്ന് വായിച്ചു നോക്കിയേ. വ്യാസ സമ്മാനം, JCB പുരസ്കാരവും വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരവും മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ആണ്. മലയാറ്റൂർ പുരസ്കാരം വേറെയുണ്ട്, ഇത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരമാണ് എന്ന് എടുത്തു പഠിക്കുക. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കൂടുതൽ റിവിഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പരീക്ഷ നടത്തട്ടെ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ പേരിൽ മലയാറ്റൂർ സ്മാരക സമിതി കൊടുക്കുന്ന പുരസ്കാരമുണ്ട്, മലയാറ്റൂർ ഫൗണ്ടേഷൻ കൊടുക്കുന്ന പുരസ്കാരമുണ്ട് കേട്ടോ. വ്യത്യാസമുണ്ട്, അത് അടുത്ത പേജിലുണ്ട്. വായിച്ചോ? എല്ലാം ഒന്ന് വായിച്ചോ? പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇതൊന്നിരുത്തി വായിക്കണം എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായിരിക്കും. കാരണം അത്രത്തോളം നമ്മൾ പഠിക്കുന്നല്ല, എഴുത്തച്ഛനും വയലാറും പോലെ അത്രത്തോളം എല്ലാവരും പഠിക്കുന്ന ടോപ്പിക് അല്ല ഇതൊന്നും, അല്ലെ? അപ്പൊ ഞാനൊരു 5 ചോദിക്കാം, സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് താഴെയുള്ള ചോദ്യങ്ങൾ ഒരു 5 ചോദിക്കാം. കിട്ടുന്നുണ്ടോ നോക്കാം. ചോദിക്കട്ടെ. ഈ 2023 പുഷ്പഭാരതിക്ക് വ്യാസ സമ്മാനം കിട്ടിയല്ലോ. യാദേൻ യാദേൻ അവർ യാദേൻ, അത് എന്താണ്? ഏത് വിഭാഗമാണ്? ഓർമ്മക്കുറിപ്പാണോ, നോവലാണോ, നാടക കൃതിയാണോ, അതോ കവിതയാണോ?
ഏത് വിഭാഗത്തിലാണ് യാതേൻ യാതേൻ ഓർ യാതേൻ വരുന്നത്? യെസ്, അതെ, ഓർമ്മക്കുറിപ്പാണേ എന്നെഴുതിയ ആളുകൾക്ക് 1 മാർക്ക് കിട്ടി. കിട്ടിയോ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, പെരുമാൾ മുരുകൻ എഴുതിയ ആലണ്ട പച്ചിയില്ലേ, അത് തമിഴിലേക്ക് വിവർത്തനം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത്, തമിഴ് കൃതിയായ അതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു. ഫയർബേർഡ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? യെസ്, അതൊക്കെ മനസ്സിലുണ്ടാവേണ്ടതാണ്. ജനനി കണ്ണൻ, അല്ലെ? ജനനി കണ്ണൻ. വിവർത്തനം ചെയ്ത ആൾക്ക് എത്ര ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായിട്ട് കിട്ടുന്നത്? വിവർത്തനം ചെയ്ത ആൾക്ക് എത്ര ലക്ഷം രൂപ സമ്മാനത്തുകയായിട്ട് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ സമ്മാനത്തുകയായിട്ട് കിട്ടും വിവർത്തനം ചെയ്തയാൾക്ക് കേട്ടോ. 10 ലക്ഷം രൂപ സമ്മാനത്തുക വിവർത്തനം ചെയ്തയാൾക്ക്. അടുത്തത്, സാറ ജോസഫിന്റെ ഏത് കൃതിക്കാണ് 2023 17ാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം കിട്ടിയത് എന്ന് ചോദിച്ചു. അല്ലെ, എസ്തർ എന്ന് പറയുന്ന കൃതിക്കാണ് മലയാറ്റൂർ സ്മാരക പുരസ്കാരം കിട്ടിയത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു നോക്കാം. ഓക്കെ. ഇനി അടുത്തത്, ഖാലിദ് ജാവേദ് എഴുതിയ നെമദ്ഗാന ഉണ്ടല്ലോ, 2022 നമ്മുടെ JCB സാഹിത്യ പുരസ്കാരം കിട്ടിയത്, അത് ഏത് ഭാഷയിലായിരുന്നു? നെമദ്ഗാന ഏത് ഭാഷയിലെ പുസ്തകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാലിദ് ജാവേദ് എഴുതിയ 2022 ഖാലിദ് ജാവേദ് എഴുതിയ ഏത് ഭാഷയിലെ പുസ്തകമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, അത് ഉറുദു ഭാഷയിലെ പുസ്തകമാണ് എന്ന പോയിന്റ് ഓർത്തു അല്ലെ. ഉറുദു ഭാഷയിലെ പുസ്തകമാണ് നെമദ്ഗാന, ഖാലിദ് ജാവേദ് എഴുതിയ നെമദ്ഗാന. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ പാരഡൈസ് ഓഫ് ഫുഡ്, ബാരൻ ഫറൂഖി അല്ലെ. യെസ്, അപ്പൊ ഓർമ്മക്കുറിപ്പും ജനനി കണ്ണനും 10 ലക്ഷം രൂപയും എസ്തറും ഉറുദുവും കിട്ടിയെങ്കിൽ 5ൽ 5 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യാം. എത്ര മാർക്ക് കിട്ടി കമന്റ് ചെയ്യാമോ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, 5 കിട്ടിയിട്ടുണ്ട് അല്ലെ, സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്? ഇന്ന് ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? നമ്മുടെ വ്യാസ സമ്മാൻ പഠിച്ചു, JCB സാഹിത്യ പുരസ്കാരം പഠിച്ചു, മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം പഠിച്ചു, വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം പഠിച്ചു കേട്ടോ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം സാഹിത്യകാരൻ മലയാറ്റൂർ രാമകൃഷ്ണന്റെ പേരിൽ മലയാറ്റൂർ സ്മാരക സമിതി 2006 ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം. ഓക്കെ ഓക്കെ. ഇനി മലയാറ്റൂർ രാമകൃഷ്ണന്റെ പേരിൽ തന്നെ മലയാറ്റൂർ ഫൗണ്ടേഷൻ 2022 ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് മലയാറ്റൂർ പുരസ്കാരം. 22 ഏർപ്പെടുത്തിയത്, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. മലയാറ്റൂരിന്റെ 95ാം ജന്മവാർഷികമായ 2022 മെയ് 30 ആദ്യത്തെ മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോ മലയാറ്റൂർ സ്മാരക സമിതി 2006 ഏർപ്പെടുത്തിയതാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം. അത് വേറെ, മലയാറ്റൂർ പുരസ്കാരം വേറെ. ഇത് 22 ഏർപ്പെടുത്തിയതാണ്. 22 സുഭാഷ് ചന്ദ്രന് സമുദ്രശിലയ്ക്ക് കിട്ടി. 23 BJ ജെയിംസിന് ആന്റി ക്ലോക്ക് എന്ന് പറയുന്ന നോവലിനും കിട്ടി എന്ന പോയിന്റ്. ഇത് പുതിയതായതുകൊണ്ട് തന്നെ ചോദിക്കാൻ ഒരിത്തിരി സാധ്യത കൂടുതലുള്ളതാണ്. അടിവരയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. 22 സുഭാഷ് ചന്ദ്രൻ, സമുദ്രശില, 23 BJ ജെയിംസ്, ആന്റി ക്ലോക്ക് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ആന്റി ക്ലോക്ക് കേട്ടോ. യെസ്, VJ. ഓക്കെ, VJ ആന്റി ക്ലോക്ക്. ആന്റി DJക്ക് പോയി എന്നോർത്താ മതി കേട്ടോ. യെസ്, ആന്റി DJക്ക് പോയി. സുഭാഷ് ചന്ദ്രൻ, സമുദ്രശില. ഓക്കെ, ചന്ദ്രനെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ പാറക്കല്ല് പോലെ ഉണ്ടാവൂലേ, സമുദ്രശില കേട്ടോ. സമുദ്രശില, സുഭാഷ് ചന്ദ്രൻ. 22 ആന്റി BJക്ക് പോയി, DJക്ക് പോയി എന്നും ഓർത്തു വെക്കാം.
ആന്റി ക്ലോക്ക്. ബാക്കി ഓപ്ഷൻ അത് കിട്ടിക്കോളൂ. അപ്പൊ 2022 തുടങ്ങിയിട്ടുള്ളൂ മലയാറ്റൂർ പുരസ്കാരം. മലയാറ്റൂർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം 2006 തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന പോയിന്റും ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഈ നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം സബ്ജക്റ്റിലുള്ള കുറെ കാര്യങ്ങൾ കൂടി ഈ അവാർഡിൽ നമ്മളിപ്പോ ഇവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. മലയാള സാഹിത്യത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറെ ഏരിയ, ഇപ്പൊ നമ്മളിപ്പോ LGS ഒക്കെ സിലബസിലാണെങ്കിൽ സാഹിത്യ മേഖല എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതിനകത്തുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. യെസ്. അപ്പോ ആദ്യ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അല്ല നമ്മളിപ്പോ എന്തായിരുന്നു പറഞ്ഞേ, നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെയാണ്? എം മുകുന്ദന്റെ അല്ലെ, എം മുകുന്ദന്റെയാണ് എന്ന് പഠിച്ചു നോക്കാം. മലയാറ്റൂർ പുരസ്കാരവും അതിനോട് ചെയ്തു നോക്കാം. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എടുക്കാം, ബാക്കി നിങ്ങൾ കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കുഞ്ഞുണ്ണി അവാർഡ്, ഇതൊക്കെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ഒരുപാട് പഴക്കമില്ലാത്തതായത് കൊണ്ട് ചോദിക്കാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലാണ്. ഇതിങ്ങനെ ഓരോരോ കവികളുടെയും എഴുത്തുകാരന്മാരുടെ ഒക്കെ പേരിൽ ഒരുപാട് അവാർഡുകൾ ഉണ്ടാവും കേട്ടോ. ഇതൊന്നും മെയിൻ സ്ട്രീം അവാർഡുകളല്ല. കവി കുഞ്ഞുണ്ണി മാഷിന്റെ സ്മരണാർത്ഥം ബാലഗോകുലത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ ബാലസാഹിതി പ്രകാശനമാണ് കുഞ്ഞുണ്ണി അവാർഡ്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. 2020 ശ്രീധരനുണ്ണി, 21 ഗോപി പുതുക്കോട്, 22 ഗോപിനാഥ് പുതുകാട്, 23 മണി കെ ചെന്തപുരെ, 2024 മലയത്ത് അപ്പുണ്ണി. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുഞ്ഞുണ്ണി മാഷിന്റെ സ്മരണാർത്ഥം കൊടുക്കുന്ന കുഞ്ഞുണ്ണി അവാർഡ് 2024 ലഭിച്ചത് മലയത്ത് അപ്പുണ്ണി കേട്ടോ. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു. ഓക്കെ, കുഞ്ഞുണ്ണി മാഷിന്റെ സ്മരണാർത്ഥം പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിതി പ്രകാശനമാണ് കുഞ്ഞുണ്ണി അവാർഡ്. 25,000 രൂപയാണ് അതിന്റെ സമ്മാന തുക കേട്ടോ. യെസ്. അപ്പോ അത് 2024 കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയത്തെ അപ്പുണ്ണിക്കാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു കേട്ടോ. മലയത്തെ അപ്പുണ്ണി. 23 മണി കെ ചെന്തപുരെ. 20 ആരംഭിച്ചിട്ടുള്ളൂ കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി പുരസ്കാരം കേട്ടോ. 20 ആരംഭിച്ചത് കുഞ്ഞുണ്ണി പുരസ്കാരം. ഓക്കെ, അപ്പോ ആദ്യത്തെ JCB പുരസ്കാരം ആർക്കാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ JCB പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെന്യാമിനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ബെന്യാമിൻ. മുല്ലപ്പൂ നിറമുള്ള പകലുകളാണ്. യെസ്, അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം ജാസ്മിൻ ഡേയ്സ്. ആരാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷഹനാസ് ഹബീബാണ് എന്ന പോയിന്റ് ഓർത്തു കേട്ടോ. അപ്പൊ പെരുമാൾ മുരുകന്റെ കൃതി ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫയർബേർഡ് ജനനി കണ്ണൻ വിവർത്തനം ചെയ്തു. തമിഴിലെ കൃതി ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലണ്ട പച്ചി അല്ലെ. ഓക്കെ, ആലണ്ട പച്ചി എന്ന് നമ്മൾ പഠിച്ച് വെച്ചതാണ്. ഇനി മലയാറ്റൂർ സ്മാരക പുരസ്കാരം ആദ്യമായി കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ആദ്യമായി കിട്ടിയത് ഓർമ്മയില്ലേ? പെരുമ്പടം ശ്രീധരനാണ്, നാരായണം കേട്ടോ. ഇനി 2023 കിട്ടിയത് ആർക്കാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം? 23 കിട്ടിയത് സാറ ജോസഫിന്റെ എസ്തർ ആണ് എന്ന് പഠിച്ചു വെക്കാം. ഇനി 17ാമത് മലയാറ്റൂർ പുരസ്കാരം യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 തന്നെ രജനി സുരേഷ് ആണ്, വള്ളുവനാടൻ വിഷുക്കുടുക്ക അല്ലെ. ഓക്കെ, ഇനി മലയാറ്റൂർ പുരസ്കാരമാണെങ്കിലോ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം 2023 സാറ ജോസഫ്. മലയാറ്റൂർ പുരസ്കാരം രണ്ടാമത്തെ 2022 ഏർപ്പെടുത്തിയ മലയാറ്റൂർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJ ജെയിംസ്. BJ ആരാ DJ കളിക്കാൻ പോയത്? ആന്റി ക്ലോക്ക് കേട്ടോ. അതും ഓർത്ത് വെക്കാം കേട്ടോ. ആന്റി ക്ലോക്ക് എന്ന പോയിന്റും എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഇനി അക്കിത്തം അവാർഡ്. പ്രമുഖ കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം തപസ്യ കലാസാഹിത്യവേദി 2021 ഏർപ്പെടുത്തിയതാണ് അക്കിത്തം പുരസ്കാരം. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2021 ഏർപ്പെടുത്തിയത് അക്കിത്തം അവാർഡ്.
21 MD വാസുദേവൻ നായർ, 22 ശ്രീകുമാരൻ തമ്പി, 23 KP ശങ്കരൻ. കേട്ടോ, 23 ആരാണ്? KP ശങ്കരനാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കുക. 1 ലക്ഷം രൂപയാണ്. ഈ കുഞ്ഞുണ്ണി മാഷും അക്കിത്തും ഒക്കെ എന്താണ് റീസെന്റ് അവാർഡുകൾ ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് കേട്ടോ. യെസ്. അപ്പൊ കുഞ്ഞുണ്ണി മാഷ് പുരസ്കാരം 2023 ആർക്കാണ്? മണി കെ ചെന്തപുരേ. 24 മലയത്ത് അപ്പുണ്ണി. യെസ്. അക്കിത്തം അവാർഡ് 21 ഏർപ്പെടുത്തിയത്. 21 MTK, 22 ശ്രീകുമാരൻ തമ്പി, 23 ശങ്കരൻ എന്ന പോയിന്റും ഓർത്ത് കേട്ടോ. KP ശങ്കരൻ. യെസ്. ഇത് നിങ്ങൾ റിവിഷൻ ചെയ്യണേ, ഒന്ന് ഇരുന്ന് പഠിക്കേണ്ടത് വേണേ, അല്ലെങ്കിൽ മാറിപ്പോവും കേട്ടോ. KP ശങ്കരൻ കിത്തം. ഓക്കെ. യെസ്. അപ്പൊ കുഞ്ഞുണ്ണി പുരസ്കാരം 2024 ആർക്കാ ലഭിച്ചത്? കുഞ്ഞുണ്ണി അവാർഡ് 2024 നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു നോക്കാം. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് മാത്രം, നമ്മളിപ്പോ പറഞ്ഞതിലെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഓക്കെ. യെസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതാണ്. ഓക്കെ. മലയത്തപ്പുണ്ണി അല്ലെ. വ്യാസ സമ്മാൻ 2023 ലഭിച്ചത് ആർക്കാണ്? വ്യാസ സമ്മാൻ 2023 പുഷ്പഭാരതി അല്ലെ. JCB പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? പെരുമാൾ മുരുകൻ അല്ലെ. വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്? ഈ സന്തോഷ് കുമാർ എന്ന് പഠിച്ചു പോകാം അല്ലെ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫ് എന്ന് പഠിച്ചു പോകാം. മലയാറ്റൂർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? മലയാറ്റൂർ പുരസ്കാരം 2023 ലഭിച്ചത്. യെസ്. അത് VJ ജെയിംസ് ആണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. യെസ്. അത്രയാണ് നമ്മൾ അവിടെ പഠിച്ചത്. പിന്നെ കുഞ്ഞുണ്ണി മാഷ് പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? മലയത്ത് അപ്പുണ്ണി എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. ഇനി നമ്മുടെ 2023 അക്കിത്തം അവാർഡ് ലഭിച്ചത് ആർക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് യെസ്, അത് KP ശങ്കരനാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. യെസ്. കുറെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങളെ ഒന്ന് വായിച്ചു നോക്കുകയും ചെയ്യാം. ഇനി പ്രമുഖ കവിയത്രിയായ ബാലാമണി അമ്മയുടെ സ്മരണക്കായിട്ട് ഏർപ്പെടുത്തിയ യെസ് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ പുസ്തകോത്സവ കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാലാമണി അമ്മ അവാർഡ് 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രഥമ ബാലാമണി അമ്മ പുരസ്കാര ജേതാവ് 2004 ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സുഗതകുമാരിയാണ് 2004. ഓക്കെ. ഇനി 2023 നമ്മൾ പഠിക്കുമ്പോൾ തോമസ് മാത്യു ആണ്. 2022 V മധുസൂദനൻ നായരാണ്. 21 MK സാനു ആണ്. 20 കൊറോണ കാരണം അവാർഡില്ല. 19 T പത്മനാഭനാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് 2004 വരുന്നത് ബാലാമണി അമ്മ പുരസ്കാരം വരുന്നത് 2004. ആർക്കാ കിട്ടുന്നത്? സുഗതകുമാരിക്കാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. സുഗതകുമാരി. യെസ്. അപ്പോ കവിയത്രിയായ ബാലാമണി അമ്മയുടെ സ്മരണക്കായിട്ടുള്ള പുരസ്കാരം 2004 പുറത്തിറക്കുന്നത്. ആദ്യമായി കിട്ടിയത് ആർക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സുഗതകുമാരി. 23 തോമസ് മാത്യു, 22 V മധുസൂദനൻ നായർ എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. യെസ്. അപ്പൊ VJ ജെയിംസിന്റെ ഏത് കൃതിക്കാണ് മലയാറ്റൂർ പുരസ്കാരം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VJ ജെയിംസിന്റെ ഏത് കൃതിക്കാണ് മലയാറ്റൂർ പുരസ്കാരം കിട്ടിയത്? VJ ജെയിംസ് ആന്റി ക്ലോക്ക് അല്ലെ. സുഭാഷ് ചന്ദ്രന്റെ ഏത് കൃതിക്കാണ് മലയാറ്റൂർ പുരസ്കാരം 2022 കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 സുഭാഷ് ചന്ദ്രന്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രശില എന്ന പോയിന്റും ഓർത്തു വെക്കാം കേട്ടോ. ഇനി രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷുക്കുടുക്കയില്ലേ, അത് ഏത് വിഭാഗത്തിൽ വരും? നോവലാണോ, കവിതയാണോ, ഓർമ്മക്കുറിപ്പാണോ, ചരിത്രമാണോ, അല്ലെങ്കിൽ ചിത്രകഥയാണോ? രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക 17ാമത് മലയാറ്റൂർ പുരസ്കാരം കിട്ടിയില്ലേ 2023. യെസ്, അതേ ഒരു ഓർമ്മക്കുറിപ്പ് വിഭാഗത്തിലാണ് വരുന്നത് എന്ന പോയിന്റ് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ.
യെസ്, അപ്പൊ അതും പഠിച്ചു. അപ്പൊ ബാലാമണിയമ്മ പുരസ്കാരം 2023 ആർക്കാ? തോമസ് മാത്യുവിന്. ഇനി കുഞ്ഞുണ്ണി അവാർഡ് 2024 ആർക്കാ? മലയത്തപ്പുണ്ണിയാണേ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. അക്കിത്തം അവാർഡ് 2023 ആർക്കാണ്? അക്കിത്തം അവാർഡ് 2023 ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് KP ശങ്കരനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സാഹിത്യകാരൻ ഉണ്ണികൃഷ്ണൻ പുത്തൂരില്ലേ, അദ്ദേഹത്തിന്റെ സ്മരണക്കായിട്ട് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പുത്തൂർ അവാർഡ്. 11,000 രൂപയും 11,111 രൂപയും JR പ്രസാദ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2020 അക്കിത്തത്തിന് കിട്ടി. 21 ശ്രീകുമാരൻ നമ്പി, 23 ജോർജ് ഓണക്കൂർ, 22 ഇല്ല, 24 വൈശാഖൻ കേട്ടോ. വൈശാഖനാണ് 2024 കിട്ടിയത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. വൈശാഖൻ കേട്ടോ. യെസ്, പുത്തൂർ അവാർഡ് സാഹിത്യകാരൻ ഉണ്ണികൃഷ്ണൻ പുത്തൂരിന്റെ സ്മരണക്കായിട്ട്. ഇങ്ങനെ ഓരോരുത്തർ കൊടുക്കുന്നതുമായിട്ടുള്ള അവാർഡുകളെ ഇനിയും ഉണ്ടാവും. പക്ഷേ PSCയുടെ കണ്ണിൽ ചോദിക്കാൻ സാധ്യതയുള്ള അവാർഡുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ?